എൻ്റെ അമ്മൂമ്മയൊക്കെ കട്ട അമീർ ഖാൻ ഫാനാണ്. റെക്കഗ്നിഷൻ ഡിലേഡ് ടാലൻറ്റ് വേസ്റ്റഡ് എന്ന് എനിക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം തോന്നി. ജാതി പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത്, പക്ഷേ ജാതി എന്നുള്ളൊരു വാക്ക് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. സിൻസ് പ്രൊഫഷണലിസം ഇസ് ദ ക്വസ്റ്റ്യൻ. ഡെഫിനറ്റ്ലി അദ്ദേഹം പറഞ്ഞതുകൊണ്ടോട് 100% യോജിക്കുന്നു. മാന്യമായിട്ടുള്ള ശമ്പളം വേണം. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ മമ്മൂക്ക വോക്കലായപ്പോഴാണ് സാനൽ ശ്രീകുട്ടൻ ഒരു പ്രോപ്പർ ഹിറ്റായത്. അത് CPയുടെ ഇൻട്രോ എന്തുകൊണ്ട് ഇൻസൈറ്റിംഗ് ഇൻസിഡൻ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടർ അജു വർഗീസ് ആയതുകൊണ്ടാണ്. Hello everyone, welcome to Being Vocal with Jay. Today we are going to dive deep into the world of visual storytelling with a director who has an extremely sharp eye for compelling narratives. The director of the movie Stanarthi Srikuttan. Let's welcome director Vineesh Vishwanath. താങ്ക് യു. Welcome to Being Vocal. താങ്ക് യു. നമ്മുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് ബീയിങ് വോക്കലിൻ്റെ ആൻഡ് യു ആർ അവർ ഫസ്റ്റ് ഗസ്റ്റ്, സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ us. So we thought we'll break the ice with a surprise and you can check it out. It's a McLaren framed. വാ, ഭയങ്കര തോട്ട്ഫുള്ളാണ്. കാര്യം എന്നെ അത്രയും നന്നായിട്ട് അറിയുന്നവർക്ക് എനിക്ക് ഈ മിനിയേച്ചർ കാർസിനോടുള്ള ഇഷ്ടം അറിയൂ. എങ്ങനെയാണ് ഈ ഒരു ടോയ് കാർസിലേക്ക് ഉള്ള ഒരു ഫാസിനേഷൻ, ലൈക്ക് ഓൺ ഏത് വയസ്സ് തൊട്ടാണ്? അത് കുഞ്ഞിലേന്നും അങ്ങനെ ഇങ്ങനത്തെ കാറൊന്നും നമുക്ക് കിട്ടില്ലായിരുന്നു. 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു മെറ്റൽ കാർ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരും. ബട്ട് ഞാൻ എവിടെ തപ്പിയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. സോ അന്ന് തൊട്ട് എനിക്ക് ചെറിയ കാർസിനോടും പ്രത്യേകിച്ച് റിമോട്ട് കാർസിനോടൊക്കെ ഭയങ്കര ക്രൈസ് ഉണ്ട്. എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ വൈഫ് എനിക്ക് തന്നൊരു RC കാറാണ്. സോ ഐ എം കീപ്പിംഗ് ദ ചൈൽഡ് ഇൻ മീ അലൈവ്. ദ ചൈൽഡ് ഇൻ യു എന്ന് പറയുമ്പോൾ വെൻ ഡിഡ് ദ ചൈൽഡ് ഇൻ യു ഗോട്ട് ഇഗ്നൈറ്റഡ് ബൈ ദ സ്പാർക്ക് ഫ്രം ഫിലിം? എപ്പോഴാണ് സിനിമ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്? അതെൻ്റെ കുഞ്ഞിലെ തന്നെ ഞാൻ, എൻ്റെ അമ്മുമ്മ, ചേട്ടൻ, അമ്മ ഇവരെല്ലാം കൂടെ ചേർന്ന് ഹിന്ദി സിനിമകൾ മീൻസ് DD നാഷണലിലും ഓർണേറ്റിരുന്ന് കാണാം. ഭയങ്കര പരസ്യമാണ്. 9:30 തുടങ്ങുന്ന പടം 2-2:30 ആവും തീരാനായിട്ട്. നമുക്ക് ഹിന്ദി കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ അന്നേ മനസ്സിലാവില്ല. എൻ്റെ അമ്മുമ്മയൊക്കെ കട്ട അമീർ ഖാൻ ഫാനാണ്. മേ ബി അന്ന് തൊട്ടാണ് എനിക്ക് സിനിമ എന്നുള്ളൊരു സാധനം ഇതായത്. പിന്നീട് അതൊന്ന് റീഇഗ്നൈറ്റ് ആയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ +2 പഠിക്കുമ്പോൾ അന്ന് ക്ലാസ് റൂമുള്ള പഥേർ പാഞ്ചാലി, സത്യജിത്രയുടെ പഥേർ പാഞ്ചാലി കാണിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, റുട്ടീനുണ്ട്. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ ടെക്, ഈ പ്രൊജക്ടർ ഹാൻഡിൽ ചെയ്യുക അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് എനിക്ക് ഭയങ്കര ക്രൈസ് ആയതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ഏത് ക്ലാസ് റൂമിൽ ഇട്ടാലും ഞാൻ വേണം പോയിട്ട് പ്രൊജക്ടർ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു അറ്റൻഷൻ അതൊക്കെ അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഏജിൽ തന്നെ ഞാൻ പഥേർ പാഞ്ചാലി ഒരാഴ്ചക്കിടയിൽ ഞാൻ 5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ സിനിമ ഞാൻ ഒരുപാട് തവണ പിന്നീട് റീവാച്ചും ചെയ്തിട്ടുണ്ട്. സോ അപ്പോഴൊക്കെയാണ് സിനിമ ചെയ്താൽ നൈസായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. ഗ്രോയിങ് അപ്പ് യു ഓൾവേസ് ഹാഡ് ദിസ് പാഷൻ ഫോർ സിനിമ. അതെ, നൈസ്. ഇപ്പം യു ആർ അറ്റ് എ സ്റ്റേജ് വേർ യു ഹാവ് അച്ചീവ്ഡ് വൺ ലെവൽ ഓഫ് ഇറ്റ്. അന്നും ഇന്നും ഫാമിലി, റിലേറ്റീവ്സ് ഇവരുടെയൊക്കെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? അന്നേക്കും ഇന്നേക്കും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഫാമിലിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇപ്പോഴും. അത് യൂഷ്വലി അവർക്ക് ഉണ്ടാവുന്നതാണ്. മീൻസ് അങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, എൻ്റെ നാട്ടിൽ നിന്ന് പോലും ആദ്യത്തെ സിനിമാക്കാരനാണ് ഞാൻ. അങ്ങനെ ചോദിച്ച് അഷ്വർ ചെയ്യാനൊന്നും അവരുടെ കോണ്ടാക്ട്സിൽ ആരും ഇല്ല. സോ ആ ടെൻഷൻ അവർക്ക് ഉണ്ടാവും. പിന്നെ അച്ഛൻ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. എൻ്റെ അച്ഛൻ്റെ സൈഡിൽ നിന്നാലും അമ്മയുടെ സൈഡിൽ നിന്നാലും ഒരുപാട് ബന്ധുക്കളുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴും OTT ഇറങ്ങിയപ്പോഴും എന്നെ വിളിച്ചത് 2 പേരാണ്. എൻ്റെ വീട്ടിലുള്ളവരെ കൂടാതെ എന്നെ വിളിച്ചത് 2 പേരാണ്. അത് രണ്ടും ഈ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് വന്ന 2 ചേച്ചിമാരാണ്, ചേട്ടത്തിമാർ. വേറെ ആരും വിളിച്ചിട്ടില്ല. മീൻസ് ഞാനിപ്പോൾ ഈ പടം മോശമാണെന്ന് പറഞ്ഞത് ആ സാധനം വരെ ഞാൻ ഫീഡ്ബാക്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ ഞാനൊരു കംപ്ലൈൻറ്റ് പോലെ അല്ല പറയുന്നത്. കാര്യം എനിക്ക് അല്ലാതെ കിട്ടിയ കോൾസ് ആയിക്കോട്ടെ, മെസ്സേജസ് ആയിക്കോട്ടെ, ഫേസ്ബുക്കിലൊക്കെ വന്ന എഴുത്തുകളായിക്കോട്ടെ, അതിൻ്റെയൊക്കെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബന്ധുക്കളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി വരും. എന്നെ ഭയങ്കരമായിട്ട് മൂവി അടിച്ചൊരു കോളുണ്ട്. തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു ലേഡി വിളിക്കുകയാണ്. പുള്ളിക്കാരി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ നമ്പർ, പുള്ളിക്കാരി സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്, എൻ്റെ നമ്പർ പലരിടത്തായിട്ട് ചോദിച്ച് എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് എന്നെ വിളിച്ചതാണ്. അതെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ മകൻ, ഒരു സിംഗിൾ മദറാണ്, മകൻ സ്കൂളിൽ അവനൊരു ബുള്ളി ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് അവൻ ബുള്ളി, ഈ പയ്യൻ 2 പേരും തമ്മിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. സ്കൂൾ ബസ്സിൽ വെച്ച് ഇവന്മാർ നല്ല എന്തോ ഇടിയായി. അതിനുശേഷം ഈ വിളിച്ച ആളുടെ മകൻ പിന്നീട് ഭയങ്കര സൈലൻ്റായി, മറ്റവനോട് മിണ്ടാതെയായി. അപ്പോൾ ഇത് അവന് ബുള്ളിക്ക് റെഗ്രറ്റ് അടിച്ച് അവൻ സോറി പറഞ്ഞു. എന്നിട്ട് അവൻ പാരൻസിനെ വിളിച്ചുകൊണ്ട് വന്ന് പാരൻസ് സോറി പറഞ്ഞു. എന്നിട്ട് ഇവൻ ഇതാവുന്നില്ല, ഇവൻ ചിരിക്കുന്നില്ല.
ഇത് എൻ്റെ മദറിന് ഭയങ്കര ഇതായിട്ടാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഈ സിനിമ കാണുന്നു. ഇത് കണ്ടു കഴിഞ്ഞ് രാത്രി ഒരു ഡ്രൈവിന് എന്തോ ഒരു പോകുമ്പോൾ ഐസ്ക്രീം കഴിക്കാൻ അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ ഇവൻ അമ്മയോട് ചോദിക്കുകയാണ് മറ്റവനോട് ക്ഷമിക്കാമല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സന്തോഷമായി. അന്ന് മുതൽ അവർ എൻ്റെ നമ്പർ തപ്പുന്നുണ്ട്. അത് കഴിഞ്ഞിങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഇതിലും വലിയ അവാർഡൊന്നും കിട്ടാനില്ലല്ലോ. അതെ, നമ്മുടെ സിനിമ കാരണം ഒരു കുട്ടി അങ്ങനെ ചിന്തിച്ചു. അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. യുവർ വർക്ക് ഇസ് സ്പീക്കിംഗ് ഫോർ യു. അതെ. അതുപോലെ തന്നെ ഞാനൊരിക്കൽ ഒരു ഊബർ ബുക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഡ്രൈവർ ഇങ്ങനെ സാറ് എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ സിനിമയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ഏത് സിനിമ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, അയ്യോ ഞാൻ കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ലവ് സോങ് കേൾപ്പിച്ചു തരുന്നു. എനിക്കതൊക്കെ ഭയങ്കര മൊമെൻറ്റ്സാണ്. കാര്യം ഇങ്ങനത്തെ ഇൻ്റർവെൻഷൻസിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ബന്ധുക്കളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി വരും. ഒരു പുതിയ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളോ വീട്ടുകാരോ ഒന്നും അല്ലാതെ മറ്റാൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് സ്ട്രേഞ്ചേഴ്സാണ്. നമ്മളായിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. ആ ഒരു സാധനം പ്രാക്ടിക്കലി ഞാൻ അറിഞ്ഞു. അപ്പോൾ ആക്ച്വലി എന്നെ വിളിച്ചവരെ ആരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ബട്ട് ആ കോൾസ് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതിൻ്റെ എല്ലാം എനിക്കൊരു അവാർഡാണ്. പിന്നെ ഫാമിലി മെയിൻലി ഒരു പില്ലർ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ വൈഫാണ്, ആര്യ. വൈഫിൻ്റെ മോതിരം വിട്ടിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത്. പുള്ളിക്കാരി എൻ്റെ കോളേജിലല്ലായിരുന്നു, വേറൊരു കോളേജിലായിരുന്നു. ഷീ സപ്പോർട്ടഡ് യു. അത് ആരും അറിയാതെ ഒരു മോതിരം തന്നു. അപ്പോൾ അത് വിറ്റിട്ട് കിട്ടിയ പൈസക്കാണത് ചെയ്തത്. ഇഫ് ഐ ആം നോട്ട് റോങ്, യുവർ അപ്രോച്ച് ടുവേർഡ്സ് സിനിമ വാസ് കണ്ടിന്യൂസ്ലി ഷോർട്ട് ഫിലിംസ് എടുക്കുന്ന വർക്കിൽ ഇമേഴ്സ്ഡ് ആയിരുന്നു. അതെ. ഞാൻ 6ഓളം ഷോർട്ട് ഫിലിമുകളും ഒരു ഡോക്യുമെൻ്ററിയും ചെയ്തിട്ടുണ്ട്. നൈസ്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണ്? പൊതുവേ എൻ്റെ വർക്കുകളിലൊന്നും ഞാൻ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവാറില്ല. എന്നാലും എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു വർക്ക് ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററിയാണ്. ഈ ഭൂമിൻ്റെ പേര് എന്നാണ് അതിൻ്റെ പേര്. ട്രിവാൻഡ്രത്തുള്ള കനൽ സാംസ്കാരിക സമിതി എന്ന് പറയുന്ന ഒരു നാടക സംഘത്തിൻ്റെ കൂടെ ഞങ്ങൾ ആസാമിലെ ഡിബ്രൂഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഭാരത് രംഗ മഹോത്സവം എന്ന് പറയുന്ന ഒരു ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു നാടക ഫെസ്റ്റിവൽ കളിക്കാൻ വേണ്ടി പോയ യാത്ര, അവരുടെ ഒരു ഭാഗമായിരുന്നു ഞാൻ. അപ്പോൾ ഈ യാത്രക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 5 ദിവസം, ടോട്ടൽ 10 ദിവസത്തോളം ട്രെയിനിലിരിക്കണം. ഒരു യാത്ര ബേസ് ചെയ്തൊരു ഷോർട്ട് ഫിലിം ചെയ്താലോ, അതല്ല ഒരു ലവ് സ്റ്റോറിക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നു. ബട്ട് അത് വർക്കാവുന്നില്ല. കാര്യം കൂടെ ഉള്ളൊരു 25 പേരോളം ആക്ടേഴ്സാണ്. അപ്പോൾ അതിൽ 2 പേര് മാത്രം പിക്ക് ചെയ്ത് ചെയ്യുന്നതിലൊരു ഒരു ജസ്റ്റിസ് അല്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്നത്. ഇത് വെറുതെ ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങി. 2 DSLR, ഒന്ന് ഞാനും ഒന്നിപ്പോൾ ആക്ടറായിട്ടുള്ള ആനന്ദ് മൻമോഹൻ, അവനും ഒരു പ്ലാൻ ഇല്ലാതെ എല്ലാം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന എല്ലാവരുടെയും വീഡിയോ റെക്കോർഡിങ് ശൈലി ഇങ്ങനെയായി. അപ്പോൾ ഫോണുകളിൽ നിന്നും നമുക്ക് വിഷ്വൽ തരിക എന്നുള്ളതായപ്പോൾ ഏകദേശം 8 മണിക്കൂറോളം ലെങ്ത്ത് ഫുട്ടേജിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് അരമണിക്കൂറായിട്ട് ചുരുക്കുക എന്നുള്ളതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. ഈ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ ഈ ഇതിൻ്റെ എല്ലാം ബേസിൽ കിടക്കുന്നത് ടുവേർഡ്സ് യുവർ ഫിലിം ജേർണി. അതായത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ എഴുത്തിൽ 4 സുഹൃത്തുക്കൾ തമ്മിൽ എഴുതിയ കഥയാണ്. ഒരിക്കലും 4 ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൊളാബറേഷൻ അത് സെക്കൻഡറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. യു പീപ്പിൾ ഹാവ് നോൺ ഈച്ച് അതർ ഫോർ എ വെരി ലോങ് ടൈം. ആൻഡ് ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? ഹൗ ഇസ് ദിസ് ഫ്രണ്ട്ഷിപ്പ് ലെറ്റിംഗ് യു എവോൾവ് ആസ് ഇൻഡിവിജ്വൽസ്? ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട് സർക്കിളുകളിൽ ചെന്നപ്പെട്ട് അതൊന്നും ശരിയാവാതെ, കണക്റ്റ് ആവാതെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് അവസാനം വന്നടിഞ്ഞൊരു ഒരു ടീമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ട്രിവാൻഡ്രത്ത് ശാസ്ത്രമംഗലത്ത് കണ്ണൻ നായർ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ബ്രോയ്ക്ക് അറിയാം കണ്ണൻചേട്ടൻ എന്ന് പറയുമ്പോൾ സെക്സി ദുർഗയിലെ? അതെ, കണ്ണൻ നായർ നമ്മുടെ പടത്തിലെ ഗുപ്തൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അതെ. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ രക്ഷാധികാരി ബൈജു. പുള്ളി നമ്മളെ ഇങ്ങനെ ചെല്ലും നടന്ന് കൊണ്ടു കിടക്കുകയാണ് കുറേ നാളായിട്ട്. ഫേസ്ബുക്ക് വഴിയാണ് ഇവരെ എല്ലാവരെയും തമ്മി പരിചയപ്പെടുന്നതും എല്ലാം. അപ്പോൾ 2013 ഞാൻ ആദ്യമായിട്ട് കൈലാഷിനെ കാണുന്നു. കൈലാഷ് എസ് ഭവൻ, നമ്മുടെ പടത്തിൻ്റെ റൈറ്ററും എഡിറ്ററും ആയിട്ടുള്ള. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് ഓരോരുത്തരായിട്ട് കണക്ട് ആവുന്നു. ആനന്ദുമായിട്ട് കണക്ട് ആവുന്നു, കണ്ണൻചേട്ടനായിട്ട് കണക്ട് ആവുന്നു, ഒരു വീടെടുക്കുന്നു. മുരളീകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു റൈറ്റർ, അവൻ ദുബായിൽ ജോലി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് സിനിമ എഴുതാൻ വേണ്ടി ഇങ്ങ് വന്നത്. അങ്ങനെ മുരളി വരുന്നു. പിന്നീട് ഒരുപാട് പേര് വരുന്നു. സജീർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പം ഇതിന്ന് പോയവരും ഉണ്ട്, മീൻസ് ജോലി കിട്ടി അങ്ങനെ പോയവരുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു സംഘം അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടനിൽ ആക്ച്വലി വർക്ക് ചെയ്തിട്ടുള്ളവരിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഫ്രണ്ട്സാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എന്നതിൽ ഉപരി അവരുടെ സിനിമ എന്നുള്ളൊരു സാധനം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാ സിനിമയിലും കിട്ടില്ല. ഇതുപോലെയുള്ള ചില പാഷൻ പ്രോജക്ട്സിൽ മാത്രം കിട്ടുന്നൊരു വർക്കാണ്. ഇന്ന് ഇവിടെ കേരളത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ഇതുപോലത്തെ കൂട്ടുകാർ നടക്കുന്നുണ്ട് സിനിമയെ പേഴ്സ്യൂ ചെയ്യാനായിട്ട്. പക്ഷേ എല്ലാവരും അതിലേക്ക് എത്തിപ്പെടുന്നില്ല. അതെ. സോ ഇഫ് അറ്റ് ഓൾ ഈ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു അപ്രോച്ചിൽ വ്യത്യാസം വരുത്താൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഹൗ ഡിഡ് യു പീപ്പിൾ പെർസീവ് സിനിമ ആൻഡ് അപ്രോച്ച് സിനിമ? ഞങ്ങൾക്ക് ബാക്ക് ആലോചിക്കും കുറേ കാര്യങ്ങൾ റിഗ്രറ്റ് ആണുള്ളത്. സോ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ള ചിന്തയാണുള്ളത്. സോ ഞങ്ങൾ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത്
ഹൗ നോട്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ആ ഒരു സമയം ഏറ്റവും മോശമായിട്ട് യൂസ് ചെയ്ത സിനിമാക്കാർ മേ ബി നമ്മൾ മാത്രമായിരിക്കുക. കാര്യം അവിടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പെർഫെക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ. വേറൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. അപ്പോൾ ഒരു പ്രൊഡക്ഷനിലോട്ട് പോകുമ്പോൾ ഒരു കഥ മാത്രമായിട്ട് പോകരുത് ഒരിക്കലും. 1, 2, 3 ലൈൻസ് എങ്കിലും കൊണ്ട് പോവുക. ഏതെങ്കിലും ഒരെണ്ണം ഇൻട്രസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് പറയുക. ഞങ്ങളെപ്പോഴും ഈ ഒരു കഥ മാത്രമാണ് കൊണ്ടുകിടന്നിട്ടുള്ളത്. സോ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം ഞാൻ മൾട്ടിപ്പിൾ കഥകൾ വെച്ചിട്ടാണ് പ്രൊഡക്ഷനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ഇത് കാണുന്ന ആർക്കെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് എഴുതിയൊരു സ്ക്രിപ്റ്റ് ആണ് എന്ന് വെച്ചിട്ട് അത് മാത്രം കൊണ്ട് പറയാൻ നിൽക്കരുത്. ആ പ്രൊഡ്യൂസറുമായിട്ട് പിന്നീടൊരു മീറ്റിംഗ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടായിരിക്കും. പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രീം നോബഡിയാണ്, നമ്മളാർക്കും അറിയില്ല. അപ്പോൾ നമുക്കൊരു പ്രൊഫൈൽ ആവുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള അപ്രോച്ച് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു മീറ്റിംഗ് അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഒരെണ്ണം വെച്ചുകൊണ്ട് പോരുത്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞങ്ങൾ ചെയ്തു, അതാരും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സിനിമയോടുള്ള അപ്രോച്ചും പാസ്റ്റ് മിസ്റ്റേക്കിനെ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ലേണിങ്സ് ആണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഐ ഹാവ് ടു അപ്ലോഡ് യു സെയിങ് ഇറ്റ് ഹാസ് എ വണ്ടർഫുൾ ബഞ്ച് ഓഫ് ടാലൻറ്റ്സ് ഇൻ ടേംസ് ഓഫ് കാസ്റ്റിംഗ്, ഇൻ ടേംസ് ഓഫ് റൈറ്റിംഗ്, ഇൻ ടേംസ് ഓഫ് ടെക്നിക്കാലിറ്റീസ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു പ്രോജക്റ്റിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടുന്നതിൻ്റെ എല്ലാ ഔട്ടും ആ സിനിമയിൽ കാണാനുണ്ട്. സോ ലെറ്റ്സ് ക്രാഷ് ഇൻ വിത്ത് ദ ഫസ്റ്റ് സീൻ വേർ യു ഇൻട്രൊഡ്യൂസ് ദ കാറ്റർപില്ലർ. നിങ്ങളുടെ ഓപ്പണിംഗ് ഷോട്ടിൽ കാറ്റർപില്ലർ ആണ്, കമ്പിളിപ്പുഴു. ആൻഡ് എൻ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ. നമ്മുടെ ലൈഫിൻ്റെ ഒരു കംപ്ലീറ്റ് സർക്കിളിനെയാണ് നിങ്ങൾ മീനിങ് ഫുള്ളി കാണിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ പുറകെ പോയൊരു തോട്ട് പ്രോസസ്സിനെ ഫുള്ള് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് കൊള്ളാമെന്നുണ്ട്. ആക്ച്വലി ഓപ്പണിംഗ് ഇമേജ്, എൻഡിങ് ഇമേജ് എന്ന് പറയുന്ന സേവ് ദ ക്യാറ്റ് ബീറ്റാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. സേവ് ദ ക്യാറ്റ് എന്ന് പറയുന്ന ബുക്കിൽ ഒരു ബീറ്റ് ഷീറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഓപ്പണിംഗ് ഇമേജ് നമ്മൾ പടം തുടങ്ങുമ്പോൾ എന്ത് ഇമേജ് കൊടുക്കുന്നു എന്നുള്ളൊരു സാധനം. തുടക്കത്തിൽ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് എന്താണോ, അവൻ്റെ മൈൻഡ് എന്താണോ, അത് മെറ്റഫറിക്കൽ മീനിങ് ചെയ്യുന്ന ഒരു സാധനം വെച്ചിട്ട് തുടങ്ങിയാൽ. കാര്യം ഇതിൽ കാറ്റർപില്ലർ ഈ ചൊറിയൻ പുഴു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ആട്ടാമ്പുഴു എന്ന് പറയും. ആട്ടാമ്പുഴു ഒരു ക്യാരക്ടർ തന്നെയാണ്. അതെ, കഥയുടെ എല്ലാ പിവറ്റൽ പോയിന്റ്സിലും വരുന്നുണ്ട്. അതെ 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 അതെ. ഈ ആട്ടാമ്പുഴുവിൻ്റെ സ്വഭാവം തന്നെയാണ് ഒരു ചൊറിയൻ പുഴു. അതാണ് CP. ഓ, അതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ട്. അതിന് അങ്ങനെ ഒരു ചെറിയ മീനിങ് കൂടെ ഉണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും കാറ്റർപില്ലറിൽ നിന്ന് നേരെ പൂമ്പാറ്റയിലോട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹവും കൂടെയാണ് ആ ഒരു ഓപ്പണിംഗ് ഇമേജിലും എൻഡിങ് ഇമേജിലും വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന് വേറൊരു ലെയറില് അതിന്റെ പ്രിമൈസസ് സെറ്റ് ചെയ്യുന്ന ഫുള്ളി സ്കൂളാണല്ലോ. അതെ, ഒരു സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു പ്യൂപ്പി ആയിട്ട് പോയിട്ട് ഒരു ബട്ടർഫ്ലൈ ആയിട്ട് വരുന്ന ഒരു സ്ഥലമല്ലേ. ഇപ്പൊ റീഡിങ്സ് പലതും ഉണ്ടാവും. ഇപ്പൊ ചൊറിയമ്പുഴു CP എന്ന് പറഞ്ഞ ഒരാളുടെ ഫൈൻഡിങ് ആണ്, ഇന്റർപ്രിട്ടേഷൻ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിന് പലരുടെ ലൈഫിലും പല മീനിങ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇന്റർപ്രിട്ടേഷൻസ് പലതുണ്ടാവും. അതെ, ഇതിനകത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ ആർക്സ് ഭയങ്കര വിവിഡാണ്. ഒന്നും വെറുതെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുമില്ല. ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഗ്രാഫിൽ കൂടെ കടന്ന് പോയിട്ടുമുണ്ട്. നൗ ടോക്കിംഗ് അബൌട്ട്, നമ്മളിപ്പോൾ CP ആണല്ലോ സംസാരിച്ചത്. ചൊറിയൻ പുഴു എന്ന് പറഞ്ഞാൽ CP നമ്മുടെ മെയിൻ വില്ലൻ ക്യാരക്ടറും കൂടെയാണ്. അജു വർഗീസ് സാർ ആണല്ലോ അഭിനയിച്ചേക്കുന്നത്. ഇൻട്രൊഡ്യൂസിങ് അജു വർഗീസ് ഇൻ ടു ദ സീൻ വാസ് എ ബ്ലാസ്റ്റ്. CPയുടെ ഇൻട്രൊഡക്ഷൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഒരു പ്രോപ്പർ ഇൻട്രോ ഉണ്ട്. CPയെ കാണിച്ചിട്ട് ഇൻട്രോ അല്ല ചെയ്തേക്കുന്നത്, സിനിമാറ്റിക് ഇൻട്രൊഡക്ഷൻ ആണ്. വാട്ട് വെന്റ് ഇൻ ടു ദാറ്റ്, ബിക്കോസ് ഒരു സൈലന്റ് കെയോസിനെ പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലുള്ള തോട്ട് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പടത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഗ്രാഫ്, അതിൽ മാറ്റം ഇനി പ്രതീക്ഷിക്കാം എന്നുള്ളൊരു സാധനമാണ് ആ ഒരു സീനിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിത് ഫോർഷാഡോ ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് വൺ ടീമിൻ്റെ ആ ഒരു ഇൻട്രോ അവിടെ അത്രയും സിനിമാറ്റിക് ആയിട്ട് സിനിമ മാറിയത് ഗെറ്റ് റെഡി ഫോർ സംതിങ് എൽസ്. ഇപ്പം നിങ്ങൾ ഈ സ്ലോ മോഷന് ചിരിച്ചു, ഈവൻ ദോ വരാൻ പോകുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സിനിമകളിൽ കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടനാണെങ്കിൽ പോലും അടുത്ത സ്ലോ മോഷൻ നിങ്ങൾ ചിരിക്കില്ല. അത് CPയുടെ ഇൻട്രോ എന്തുകൊണ്ട് ഇൻസൈറ്റിംഗ് ഇൻസിഡൻ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടർ അജു വർഗീസ് ആയതുകൊണ്ടാണ്. ശരിക്കും ഇതിന് ഈ സ്ക്രിപ്റ്റിൻ്റെ ഇൻസൈറ്റിംഗ് ഇൻസിഡൻ്റ് ആ പൈപ്പ് പൊട്ടുന്ന സീനാണ്. അത് ഒരു കുറേ നേരം കഴിഞ്ഞിട്ടാണ്, ഒരു ഇൻ്റർവെല്ലിനും മുമ്പാണ്. പിന്നെ CP വരുമ്പോൾ ക്ലാസ് സൈലൻ്റ് ആവുന്നത് പിന്നീട് CP ഉള്ളപ്പോഴെല്ലാം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ആ ക്ലാസ്സിലെ ബഹളം, ക്ലാസ് റൂമുകളിലെ ബഹളം പിന്നീട് ഉണ്ടായിട്ടില്ല സിനിമയിൽ. പിന്നെ അതെ, ആ ഒരു ട്രാക്ക് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇഫ് ഐ എം നോട്ട് റോങ്, നമ്മൾ CP എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളിലും മാഷിമാരുണ്ട്, പക്ഷെ ഒരു ക്ലാസ് മാത്രം പർട്ടിക്കുലർലി ഭയങ്കര ലൗഡായിട്ട് അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അൺകൺട്രോളബിൾ ആണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മൊമെന്റിലാണ് CPയുടെ ഷാഡോ സൈലൻസിന്റെ മണ്ടയ്ക്കൂടെ ഇങ്ങനെ വീശുന്നത്. അത് അയാൾ അങ്ങോട്ടൊന്ന് ഫ്ലിഞ്ച് പോലും ചെയ്യുന്നില്ല, ജസ്റ്റ് തല ഒന്ന് അനങ്ങ് പോലും ചെയ്യരുത് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അയാളത് ബോധർ ചെയ്യുന്നില്ല. അയാൾ വെറുതെ നടന്നു പോകുമ്പോൾ അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആവുക എന്നുള്ളൊരു സാധനമായിരുന്നു. ഇതെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അടുത്ത് ടി വിയിൽ ഈ സിനിമ വന്നപ്പോൾ എൻ്റെ ഒരു ബന്ധു ഇങ്ങനെ സൈഡിലിരിപ്പുണ്ട്. പുള്ളി ആദ്യമായിട്ടാണ് പടം കാണുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ അവിടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ ഈ ഇൻട്രോ സീൻ ഇങ്ങനെ അച്ഛൻ പുള്ളിക്ക് ഇതിൻ്റെ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ പ്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് സൈലൻ്റ് ആണ്. അങ്ങനെ അത്രയും ഭീകരനായിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഇതായത്. നമ്മൾ ഇത് ആരാണെന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ടാണ് അത് ആ രീതിക്കാണ് ഇത് സീൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ അവാർഡ് ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഈ പ്ലേസിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് പറയേണ്ടതാണ്, എല്ലാ ഫ്രെയിമും കമ്പോസ് ചെയ്തേക്കുന്ന പ്രോപ്പറായിട്ടുള്ള സ്റ്റേജിങ് നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ട്. യെസ്, ഇപ്പം ഉണ്ടല്ലോ 2 types ഓഫ് റൈറ്റിംഗ് ആണല്ലോ. വൺ ഇസ് പ്ലാൻ റൈറ്റിംഗ്, വൺ ഇസ് ലൈക്ക് അൺപ്ലാൻ റൈറ്റിംഗ് വേർ ദ ഫ്ലോ happens. So what went to this one's writing? ഇതിൻ്റെ റൈറ്റിംഗ് സ്റ്റേജിൽ ആക്ച്വലി നമ്മുടെ കൂടെ ഒരു എഡിറ്ററും കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഒരു എഡിറ്റ് സെൻസിൽ തന്നെയാണ് ഇത് എഴുതിയത്. എഡിറ്റിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ഒഴിവാക്കിയ ഒരുപാട് സീൻസും കൂടെ ഉണ്ട്. മെജോറിറ്റി ഓഫ് ദ സീൻസിലും ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളൊരു സാധനം ഞങ്ങൾ കീപ്പ് ചെയ്തിരുന്നു. സ്ക്രിപ്റ്റ് നമ്മളൊരു സ്ട്രക്ചറും ഫോളോ ചെയ്തിട്ടില്ല. ഞങ്ങൾ എഴുതി വെച്ച സാധനത്തിന് പിന്നീട് സേവ് ദ ക്യാറ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കി. മിസ്സിങ് എന്തെങ്കിലും ഉണ്ടോ നോക്കി ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കി. ഉദാഹരണത്തിന് ക്ലൈമാക്സിൽ ഒരു സാധനമുണ്ട്, അതായത് ശ്രീകുട്ടനും കൂടെ ഇലക്ഷനിൽ വൻ ചെയ്യുന്നു, അവസാനം ഇലക്ഷന് തോക്കുന്നു എന്നുള്ള സാധനം. അപ്പോൾ കൈലാഷാണ് അവിടെ പറഞ്ഞാൽ അവിടെ ഒരു സംഭവം നടക്കണം, യുവന്മാരെ ക്ലാസ് റൂമിൽ നിന്ന് മാറ്റണം, 3 ദിവസത്തേക്ക് ഇവർ സ്കൂളിൽ വരാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യണമെന്ന് വെച്ചപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് ഈ ശാസ്ത്രമേളയ്ക്കൊക്കെ സയൻസ് ഫെയറിനൊക്കെ കുട്ടികളെ വോളണ്ടിയേഴ്സായിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സയൻസ് ഫെയറിന് യുവന്മാരെ ഈ ബെഞ്ച് മൊത്തവും പ്ലസ് പൂർത്തി വേറൊരു സ്കൂളിലോട്ട് പോകുന്നു. അവിടെ പൂർത്തി ഉപയോഗിച്ചുള്ളൊരു കോമഡി പരിപാടിയാണ്. അപ്പോൾ ഇത് ഒന്ന് പ്ലാൻ ചെയ്തു. ഒന്ന് വേറൊരു മജീഷ്യൻ്റെ മാജിക് കാണാൻ വേണ്ടി വിക്ടേഴ്സ് ചാനലിൻ്റെ ഓഫീസിൽ ഷൂട്ടിന് പോകുന്നതായിട്ട് വെച്ചു. അപ്പോൾ സ്റ്റിൽ എന്തോ ഒരു സാധനം മിസ്സിങ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ റിയൽ ലൈഫ് സിനാരിയോസ് അഡാപ്റ്റ് ചെയ്തതാണ്. മീനാക്ഷി ഇലക്ഷൻ നിർത്തുന്ന ഒരു സാധനം. ശ്രീകുട്ടൻ്റെ വോട്ട് മറിക്കാനായിട്ട് CP ചിന്തിക്കുമായിരിക്കുമല്ലോ. സോ അത് ഈ സേവ് ദ ക്യാറ്റിൻ്റെ ഇത് വെച്ച് നോക്കിയപ്പോൾ ക്ലൈമാക്സിലൊരു സാധനം ഒരു ബീറ്റ് മിസ്സിങ് ആണെന്ന് തോന്നി. സോ അങ്ങനെയാണ് അവിടെ ആ സാധനം വരുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായി കൂടുതലും ചിരിപ്പിക്കാനുള്ള ഇവൻറ്റ്സ് ബിൽഡ് ചെയ്യാനായിരുന്നു ശ്രമിച്ചിരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ കഥ ശക്തമായിട്ടൊരു രാഷ്ട്രീയം കൂടെ പങ്കുവെക്കുന്നുണ്ട്, വളരെ ഉച്ചത്തിൽ പറയുന്നുണ്ട്. അത് രണ്ടും പാരലലി വർക്ക് ചെയ്യുമ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടായില്ലേ? ഹൗ ഡിഡ് യു പുൾ ദാറ്റ് ഫോർവേഡ്? മേ ബി ഒരുപോലെ ലൗഡ് അല്ലെങ്കിലും ഞങ്ങൾ 4 റൈറ്റേഴ്സിനും ഇതേ പൊളിറ്റിക്സ് തന്നെയാണ്. എഗെയിൻസ്റ്റ് ഓപ്പറേഷൻ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്സ്. അതെന്ത് ലെഫ്റ്റ് വിങ് ആണോ റൈറ്റ് വിങ് ആണോ എന്ന് ഞങ്ങൾ നോക്കാൻ നിന്നില്ല. നമ്മൾ 4 പേരും ഓപ്പറേഷനെതിരാണ് എന്നുള്ള സാധനം. അതുകൊണ്ടാണ് ഈ കഥ ഞങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. സോ അത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ജാതി പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത്, പക്ഷേ ജാതി എന്നുള്ളൊരു വാക്ക് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. പടത്തിൽ എൻറ്റയർലി ആ ഒരു വേർഡ് അവിടെ വന്നിട്ടേ ഇല്ല. കാര്യം ഞങ്ങൾക്ക് ഈ ഒരു പൊളിറ്റിക്സിനെ വിൽക്കാൻ താല്പര്യമില്ലായിരുന്നു, ഒരു പെരിഫറൽ ലെയറിൽ വയ്ക്കാനും താല്പര്യമില്ലായിരുന്നു. ഇതിൻ്റെ ഒരു 3ാമത്തെയോ 4ാമത്തെയോ ലെയറിലിരുന്നത് CPക്ക് എന്താണ് ശ്രീകുട്ടനോടുള്ള പ്രശ്നം എന്നുള്ളത് ഒരിക്കലും ഇതാണ് എന്ന് പറഞ്ഞ് ആൾക്കാരെ അറിയിക്കണ്ടേ. അവർ ക്രാക്ക് ചെയ്യട്ടെ, അവർക്ക് മനസ്സിലാവട്ടെ ഇൻസ്റ്റൻസസിലൂടെ അയാളുടെ പ്രശ്നം എന്താണ് എന്ന്. ഞങ്ങൾ ഒരിടത്തും ശ്രീകുട്ടൻ്റെ വീട്ടിൽ ശ്രീകുട്ടൻ ഇന്ന ജാതിക്കാരനാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ ഒന്നും വച്ചിട്ടില്ല. സ്റ്റിൽ അത് ആൾക്കാർക്ക് മനസ്സിലായി. സോ അത് ഡയലോഗ്സിലൂടെയും ചില മൊമെൻറ്റ്സിലൂടെയാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി വർക്കായി, ആൾക്കാർക്കത് മനസ്സിലായി. അപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു, കട്ട എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇങ്ങനെ പൊളിറ്റിക്സ് ഉണ്ട്, അതല്ലാണ്ട് ദർ ഇസ് എ ലൗഡ് പൊളിറ്റിക്സ് വേർ ബെഞ്ചിങ് സിസ്റ്റം ഇസ് ബീങ് അഡ്രസ്ഡ്. അത് കുത്തിത്തിനിച്ചൊരു ആശയമായിരുന്നോ, അതോ വാസ് ദാറ്റ് പാർട്ട് ഓഫ് ദ കോർ മോറൽ ഓഫ് ദ സ്റ്റോറി? അത് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ക്ലൈമാക്സ് ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് ആദ്യം ചെയ്യാനിരുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയല്ല, ഒരു ഔട്ട് ആൻഡ് കോമഡി, പറഞ്ഞ പൊളിറ്റിക്കൽ ലെയറോ ഒരു വില്ലനോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനൊരു കോൺസെപ്റ്റ് നമുക്ക് കാണിക്കാമെന്ന് ആദ്യം ഞാനിത് ഐഡിയ പറയുമ്പോൾ തന്നെ റൈറ്റേഴ്സ് എല്ലാവരും എഗ്രി ചെയ്തൊരു സാധനമാണ്. അത് കൊള്ളാം, അത് വർക്കാവും എന്നൊരു സാധനം. ഈ ബെഞ്ചിങ് സാധനം, ഇതാണ് ഞങ്ങൾ ഒരുപാട് സ്കൂൾസും കുട്ടികളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കുറേ സ്കൂൾസിൽ ചെന്ന് ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ചില സ്കൂളുകളിൽ കുഞ്ഞു ക്ലാസ്സുകളിലോട്ടൊക്കെ ഈ ബെഞ്ചിങ് സിസ്റ്റം അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് കല്ലുവാതുക്കൽ ഒരു സ്കൂളിന് കഴിഞ്ഞ 35 വർഷമായിട്ട് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അത് ന്യൂസ് ആയതിനു ശേഷം, ബെഞ്ചിങ്ങിൻ്റെ ഒരു സാധനം ന്യൂസ് ആയതിനു ശേഷം ആ സ്കൂളിനെ പറ്റിയിട്ടൊരു ഇത് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വന്നൊരു തോട്ടാണ്. ആക്ച്വലി ഞങ്ങൾ കണ്ടുപിടിച്ച സാധനമൊന്നുമല്ല, അതിവിടെ ഉണ്ടായിരുന്ന സാധനം തന്നെയാണ്, ഞങ്ങളൊന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നേ ഉള്ളൂ. താങ്കളുടെ പേഴ്സ്യൂട്ട് ഓഫ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒബ്വിയസ്ലി താങ്കൾ ചെയ്ത ഷോർട്ട് ഫിലിംസ് ഉണ്ട്.
ആൻഡ് ഷോർട്ട് ഫിലിംസിൻ്റെ കാര്യം പറയുമ്പം എനിക്ക് കണക്ട് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയോസ് തിയറി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ്. ഫോർ ദ റീസൺ ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബഡ്ജറ്റ് ലാബ് പ്രൊഡക്ഷൻ, ഹു ഓൾസോ പ്രൊഡ്യൂസ്ഡ് യുവർ ഫസ്റ്റ് മൂവി അതെ, സ്ഥാനത്ത് ശ്രീകുട്ടൻ. ഹൗ ഡിഡ് ദിസ് കൊളാബറേഷൻ ഹാപ്പൻ? അത് അങ്ങനെ പ്ലാൻ ചെയ്തതല്ല, ബട്ട് സ്റ്റിൽ കെയോസ് തിയറി ബഡ്ജറ്റ് ലാബിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. അതെ, നിഷാന്ത് പിള്ള അദ്ദേഹമായിട്ട് എനിക്ക് കെയോസ് തിയറിക്ക് മുമ്പേ പരിചയമുണ്ട്. പുള്ളിക്ക് കെയോസ് തിയറി ഒരു വലിയ ഒരു സംഭവമായിട്ട് തോന്നുന്നു. ആ ഒരു ഷോർട്ട് ഫിലിം പ്രൊഡക്ഷൻ കോമ്പറ്റീഷൻ്റെ വിന്നറായിട്ട് വരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തമാശയ്ക്ക് പറയുമായിരുന്നു, നിങ്ങൾ പടം ചെയ്യുമ്പോഴും ഞാൻ തന്നെ ഫസ്റ്റ് പടം ചെയ്യും എന്നൊക്കെ തമാശയ്ക്ക് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ പ്രൊഡക്ഷനിലോട്ട് എത്തുമെന്നോ അത് വിചാരിച്ചില്ല. അപ്പോൾ ആക്ച്വലി ബഡ്ജറ്റ് ലാബിൻ്റെ ഒരു സാധനമുണ്ട്, നമുക്ക് ഇപ്പോൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു ടീം സെറ്റ് വേണം എന്നുള്ളത് നിഷാന്തേട്ടൻ്റെ ഒരു തോട്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം നമ്മുടെ ആക്ടിങ് ട്രെയിനറായിട്ടുള്ള സാം ജോർജും അദ്ദേഹത്തിൻ്റെ ഒരു ടീമും ഓൺ സെറ്റിലുണ്ടായിരുന്നു. ഓരോ ഷോട്ടിനും മുമ്പായിട്ട് കുട്ടികളെ ലൈൻസ് എല്ലാം ക്യാമറയുടെ മുമ്പാന്ന് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രീതിയിൽ അവരെ ക്ലാരിറ്റി വരുത്തുക, പിന്നെ അവരെ അക്കോമഡേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ A to Z കാര്യങ്ങൾ നോക്കാൻ ഒരു ടീമിനെ ഏർപ്പാടാക്കുക എന്നൊക്കെ ഉള്ളത് പുള്ളിയുടെ ഐഡിയ ആയിരുന്നു. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടീം അവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇതൊരു 10-60 ദിവസം ഷൂട്ട് ചെയ്താലും തീരില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഹെൽപ്പായിരുന്നു. അതൊക്കെ പുള്ളിയുടെ ഐഡിയ ആണ്. ബഡ്ജറ്റ് ലാബ് അങ്ങനൊരു ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് അവർക്ക് സിനിമയോട്. കാസ്റ്റിങ്ങിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് നടന്നിട്ടുണ്ട്. നമുക്കത് വളരെ എഫക്റ്റീവായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും. അതെ. സോ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു ബ്രിങ് ഓൾ ദീസ് ടാലൻസ് ഇൻ ടു യുവർ സെറ്റ്? നമ്മൾ കാസ്റ്റിംഗ് കോൾ ഇടുന്നു. കാസ്റ്റിംഗ് കോൾ ഇട്ട് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട്, കുട്ടികളുടെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ളത് സാം ജോർജ് ഏട്ടനും പുള്ളിയെ അസോസിയേറ്റ് ചെയ്ത 2 പേര്, സുജയ് സുദർശൻ, പ്രണവ് മോഹൻ. അപ്പോൾ പിന്നീട് അഹല്യ, അഭിഷേക്, അങ്ങനെ 2 പേരും കൂടെ അതിൽ ജോയിൻ ചെയ്യായിരുന്നു. അപ്പോൾ ഈ കുട്ടികളെ കണ്ടുപിടിക്കുക എന്നുള്ള ഈ പ്രണവും സുജയും കൂടെ കാറും എടുത്തിട്ട് ചുമ്മാ റാൻഡമായിട്ട് പിള്ളേരെ പിടുത്തക്കാരെ പോലെ ഞാൻ നടക്കാൻ ഇപ്പോൾ ഭീമാപ്പള്ളിയിലൊക്കെ ഒരു ടർഫിലൊക്കെ പോയി ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അവന്മാർ ആക്ച്വലി ആ ടർഫിൽ നിന്ന് ഒരു കുട്ടിയെ കണ്ടപ്പോൾ ശ്രീകുട്ടൻ്റെ ഒരു ഛായ അവന്മാർക്ക് തോന്നിയത് ഇവന്മാർ വാച്ച് ചെയ്തതാണ്. അവിടെ നിന്ന് അവരുടെ ഫാമിലിയെ കണ്ടു, കൺവിൻസ് ചെയ്തു, അവനെ ക്യാമ്പിൽ എത്തിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവന് അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. കാസ്റ്റിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് പസ്മൺ ടീമിനെ എങ്ങനെയാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റൈറ്റർ മുരളി ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ അവന്മാരോട് ഇങ്ങനെ കഥ പറഞ്ഞു, നമ്മുടെ ഇവിടെ ഇലുമിനാറ്റിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ രാത്രി വരുന്നുണ്ട്. അപ്പോൾ അത് ഇലുമിനാറ്റി ബിനീഷ് എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ ഇവിടുത്തെ ഇലുമിനാറ്റിയുടെ ബ്രാഞ്ച് സെക്രട്ടറി. ഇത് സിനിമയുടെ കഥ അമ്മമാരോട് ഇങ്ങനെ റിയൽ ലൈഫ് പോലെ പറയാണ്. അപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലേ അവർ വരുള്ളൂ. അപ്പോൾ നിങ്ങളിൽ ആർക്കൊക്കെയാണ്? അപ്പോൾ 3 പേര് മുമ്പോട്ട് വന്നു. അതെന്താണ് കേട്ടോ. പിന്നെ മാറിയിരിക്കുമ്പോൾ ചേട്ടാ ഇലുമിനാറ്റി ഭയങ്കരതാണ്. ആ കോൺസ്പിറസി വിശ്വസിച്ച് ആൾക്കാരെ അതിലോട്ട് കാസ്റ്റ് ചെയ്യും. പിന്നെ ശ്രീകുട്ടനെ കാസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ, സാമേട്ടൻ ഇങ്ങനെ ഇവിടെ എൻ്റെ പരിചയത്തിൽ ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. അവൻ്റെ അച്ഛൻ ഓട്ടോ ഓടിക്കാൻ പോവാണ്, അമ്മ തയ്യലും ചെറിയ പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ഫാമിലി ഭയങ്കര സ്ട്രഗിളിലാണ്, കുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങനെ ഭയങ്കര മിഡിൽ ക്ലാസ് സ്ട്രഗിളിലാണ് എന്നൊക്കെ പറഞ്ഞൊരു കഥ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് തൊട്ടൊക്കെ ശ്രീകുട്ടനെ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നുണ്ട്, ശ്രീകുട്ടനെ ശ്രീരംഗനെ കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ ശ്രീകുട്ടനെ പറ്റി ചോദിക്കാൻ തുടങ്ങി. അവർ ഇപ്പോൾ എന്താണ് ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോ ഒന്നും ഇല്ലേ, എന്താണ് അവൻ നമ്പർ തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൊടുക്കുക, എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കട്ടെ. എമ്പതൈസ് ചെയ്യാൻ തുടങ്ങി. ഒരു വാക്കിൻ്റെ ഉള്ള ശ്രീരംഗ് ചെരുപ്പൊന്നും ഇടാതെ ശ്രീരംഗ് പയ്യെ ശ്രീകുട്ടൻ ആവാൻ തുടങ്ങി. ശ്രീകുട്ടൻ അവിടെ വന്ന് ഇപ്പോൾ നമുക്കൊന്ന് പോയി കാണാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയപ്പോഴും ശ്രീരംഗ് ഭയങ്കര എക്സൈറ്റഡ് ആണ് തൻ്റെ സമപ്രായക്കാരനെ ശ്രീകുട്ടനെ കാണാനായിട്ട്. കാര്യം ഇവന്മാരോട് ആരും നമ്മൾ സിനിമ കഥ പറഞ്ഞിട്ടില്ല, സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തിട്ടുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ചെയ്യും. അപ്പോൾ അത് വേണ്ട, ആ അപ്രോച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നീടാണ് ഇതാണ് ശ്രീകുട്ടൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, നീയാണ് ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ട് അവനെ കാസ്റ്റ് ചെയ്യുന്നത്. സോ അതിലേക്ക് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ്റെ പാരൻസ് അതിലും ഹാപ്പി ആയിരുന്നു. അവൻ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അതിനുശേഷം അവൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഓഡീഷനിൽ നിന്ന് സെലക്ട് ആവുന്ന കുട്ടികളെ വെച്ചിട്ട് ഞങ്ങൾ ഒരു 15 ദിവസത്തെ ആക്ടിങ് ക്യാമ്പ് ട്രിവാൻഡ്രത്ത് വെച്ച് കൊടുക്കുന്നു. അവിടെ ഇൻറ്റൻഷനലി ട്രിവാൻഡ്ര സ്ലാങ് മാത്രമേ കുട്ടികളോട് സംസാരിക്കാവൂ എന്ന് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അവിടെ ക്യാൻറ്റീനിലുള്ള ചേച്ചിമാരും എല്ലാവരോടും എന്താണ് സ്ലാങ് നമ്മുടെ തനി ട്രിവാൻഡ്രം സിറ്റി സ്ലാങ്. ദാറ്റ് ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ടു യു. സ്ലാങ് നശിപ്പിക്കാണ്ട് ആ ജോഗ്രഫിക്കൽ എക്കോസിസ്റ്റത്തിൽ എന്ത് രീതിക്കാണോ മലയാളത്തിൽ സംസാരിക്കുന്നത് അത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. നോ ഓവർ ഡൂയിങ്. സോ കുഡോസ് ടു ദാറ്റ്. റൈറ്റേഴ്സ് 4 പേരും ട്രിവാൻഡ്രമാണ്. ഈ പടത്തിൻ്റെ കോർ ടീം എല്ലാവരും ട്രിവാൻഡ്രമാണ്. അപ്പോൾ നമ്മുടെ
ആ ഒരു സ്ലാങ് ശരിക്കും ട്രിവാൻഡ്രത്ത് പല സ്ലാങ് ഉണ്ട്. നമ്മൾ സുരാജ് വെഞ്ഞാറോട് ആ ഒരു സ്ലാങ് മാത്രമല്ല, പാളയം ജംഗ്ഷനിൽ സംസാരിക്കുന്ന സംസാരമല്ല പാറശാലയുള്ളത്, പാറശാലയുള്ളൊരു സാധനമല്ല നെയ്യാറ്റിൻകരയുള്ളത്. എൻ്റെ നാട് വാമനപുരമാണ്. നമ്മുടെ നാട്ടിൽ ചെറിയ ഒരു പ്രയോഗം പോച്ച എന്നൊക്കെ പറയും. ഇത് സിറ്റിയിലോട്ട് ചെല്ലുമ്പോൾ അവർക്ക് ഈ പോച്ച എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ല. പുല്ലിന് പറയുന്ന വേറൊരു വേടാം പോച്ച. അപ്പോൾ പോച്ച പറിക്കാൻ പോയി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് സിറ്റിയിലുള്ള പോച്ച പറിക്കാം, അത് എന്താണ് പോച്ച എന്നൊക്കെ ചോദിക്കും. തമ്മി മനസ്സിലാവാത്ത സ്ലാങ്ങും ഉണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പോൾ നമ്മളിത് ഇഫ് വി ആർ ഡൂയിങ് ഇറ്റ് റൈറ്റ്, ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് മാത്രമേ നമുക്ക് കുട്ടികളെ എടുക്കാൻ പറ്റൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടാലൻസിനെ മിസ് ഔട്ട് ചെയ്യും. മാത്രമല്ല ഇത്രയും കുട്ടികളെ മേ ബി ട്രിവാൻഡ്രത്ത് നിന്ന് മാത്രം കിട്ടിയെന്നിരിക്കില്ല. സോ നമുക്കുണ്ടായിരുന്ന ഒരേ ഒരു ഓപ്ഷൻ എല്ലാവരെയും കൊണ്ടുപോയി ട്രിവാൻഡ്രം സ്ലാങ് പഠിപ്പിക്കുക. സ്ലാങ് പഠിപ്പിക്കുക എന്നുള്ള മാത്രമല്ല, ആക്ടിങ് എന്താണെന്ന് ട്രെയിൻ ചെയ്യുക, കാസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും ടാലൻറ്റ് മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടോ? ആക്ച്വലി ഉണ്ട് കാര്യം. നമ്മുടെ മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കൂടെ ഇരിക്കുന്ന ദേവിക എന്ന് പറയുന്ന കുട്ടി, ആ ബെഞ്ചിലുള്ള ബാക്കി കുട്ടികളെല്ലാവരും ഉണ്ട്. കാര്യം ഇവരുടെ കുറേ നല്ല സാധനങ്ങൾ നമുക്ക് എഡിറ്റിൽ ഒഴിവാക്കേണ്ടി വന്നു. ഇവർ മറ്റു കുട്ടികളെപ്പോലെ തന്നെ അത്രയും ദിവസം വർക്ക് ചെയ്തവരാണ്. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ആ ലെങ്ത് സിനിമയുടെ നല്ല ഇതിന് ഔട്ടിന് വേണ്ടിയിട്ട് നമുക്കത് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് ആക്ച്വലി. അവർ ഈ ഒരു സാധനം അല്ല ഡിസർവ് ചെയ്തിരുന്നത്. മേ ബി അത് ഭാവിയിൽ നമുക്ക് ആർക്കെങ്കിലും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇപ്പം എന്തായാലും നമുക്ക് കാസ്റ്റിങ്ങും ആർട്ടിസ്റ്റിനൂടെ വർക്ക് ചെയ്ത ഒരു സൈഡ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, റൈറ്റിംഗിൻ്റെ സൈഡ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് ഓൺ ദ കോൺട്രറി, ഹൗ വാസ് വർക്കിംഗ് വിത്ത് യുവർ സിനിമാറ്റോഗ്രാഫർ? കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എവരി ഫ്രെയിം വാസ് പ്രീ പ്ലാൻഡ്ലി കമ്പോസ്ഡ് അല്ലേ? ഓരോ ഫ്രെയിമും നിങ്ങൾ നേരത്തെ തീരുമാനിച്ച ഫ്രെയിം അങ്ങോട്ട് എടുത്ത് വയ്ക്കുക, അതിന്റെ സ്റ്റേജിങ് ഭയങ്കര എവിഡന്റ് ആണ്. സോ വാട്ട് സോർട്ട് ഓഫ് വർക്ക് വെന്റ് ഇൻ ടു ദാറ്റ്? സ്റ്റേജിങ് എങ്ങനെ വേണം എന്നുള്ളത് സ്ക്രിപ്റ്റ് ലെവലിൽ തന്നെ ഞങ്ങൾ ആലോചിച്ചിരുന്നൊരു കാര്യമാണ്. സിനിമാറ്റോഗ്രാഫറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനൂപ് ബി ശൈലജ. അനൂപാണ് അടുത്ത് വരാൻ പോകുന്ന പ്രഭുദേവ A.R. റഹ്മാൻ പടം മൂൺ വാക്കിന്റെ സിനിമാറ്റോഗ്രാഫർ. ഓൾറെഡി കുറച്ച് വെബ് സീരീസും സിനിമയായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞു. അനൂപിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനൂപ് ഭയങ്കര പ്രൊഫഷണലാണ്, ഭയങ്കര ക്യുക്കാണ്. അനൂപിനൊരു ടീമുണ്ട്. ആ ടീമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ ലൈറ്റ് സെറ്റ് ചെയ്യാനും ഒരു നിമിഷ സമയം മതി. ഒരു മിനിറ്റ് ഡിലേ പോലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അനൂപ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അനൂപ് ഇപ്പോൾ ഒരു ജസ്റ്റർ കാണിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് മീൻ ചെയ്യുന്നതെന്നൊക്കെ അവന്മാർക്ക് അറിയാം. അത്രയും വർഷങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. പിന്നീട് അനൂപിൻ്റെ കൂടെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് 1 മാസം മുമ്പ് അനൂപ് ഞാനും കൂടെ ഒരു ഫ്ലാറ്റിൽ ഇരുന്നിട്ട് ഈ സിനിമയുടെ ഈച്ച് ആൻഡ് എവറി ഷോട്ട് സ്റ്റോറി ബോർഡർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഡിസൈൻ ചെയ്യാറുണ്ട്. ഇത് 2022 ഷൂട്ടിന് 2 മാസം മുമ്പ്. പക്ഷെ പടം ഇറങ്ങിയത് 2024 നവംബറിൽ. OTT വന്ന 25. 3 വർഷം നല്ല ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൈസ് വരുന്ന നല്ല പ്രൊസസർ വേണ്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എടുത്ത് വെച്ചിട്ട് പടത്തിൻ്റെ ഈച്ച് ആൻഡ് എവറി സാധനം ഞങ്ങൾ അനൂപ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനത് എൻ്റെ കറക്ഷൻസ് പറയുന്നു. നമ്മൾ ചെയ്യുന്ന സ്റ്റോറി ബോർഡ് വച്ചിട്ട് സെറ്റ് ഇടാനുള്ള കാശൊന്നും നമുക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്കൂൾ കിട്ടുന്നു. രാബണ്ടൻ്റ് സ്കൂളായിരുന്നു. അതിൽ ആക്ച്വലി സ്വാതന്ത്ര്യ മത്സരാർത്ഥി സിനിമയുടെ തമിഴ് റീമേക്കിന് വേണ്ടി സെറ്റ് ഇട്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ചെല്ലുമ്പോൾ തനി ജയിലായിരുന്നു. അപ്പോൾ അതിനെ മൊത്തത്തിൽ പൊളിച്ച് മാറ്റി അനീഷ് ഏട്ടൻ, ഡയറക്ടർ അനീഷ് ഗോപാൽ ഇതിനെ ഒരു സ്കൂളാക്കി എടുക്കുന്നു. എല്ലാ പോർഷനിലും കഥയിലൊരു ഗ്രാഫ് ഉണ്ട്, വേർ വൺ കണക്ട്സ് ടു അനദർ. അതായത് ശ്രീകുട്ടൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റിലാണ് സർ CPയുടെ ഇൻട്രോ. ആൻഡ് അന്നും അവൻ ആ ഭിത്തിയിൽ നിന്നും ക്ലാസ്സിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആൻഡ് ശ്രീകുട്ടൻ അന്ന് CP വന്ന മൊമെന്റ് മുതൽ അല്ല, ഹീസ് റൂയിനിങ് ഹിംസെൽഫ് എന്നാണെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഹീസ് ഗെറ്റിംഗ് റൂയിൻഡ് എന്ന് പറയാം. പിന്നെ ശ്രീകുട്ടൻ ആക്ച്വലി ഇതിന് റിവോൾട്ട് ആവുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ സർ CP ഒന്ന് ആ ക്ലാസ്സിൽ നിന്ന് ശ്രീകുട്ടനെ പണിഷ് ചെയ്ത് ബോളിൽ നോക്കി തിരിച്ചിരിക്കുമ്പോഴാണ്. ഈ സ്റ്റേജിങ് ഇത്രയും എങ്ങനെയാണ് ലേയേർഡ് ആയിട്ട് കണക്ട് ചെയ്തത്? അത് ഇത്രേ ഉള്ളൂ. CP വരുമ്പോൾ ശ്രീകുട്ടൻ ബെഞ്ചിലുണ്ടാവാൻ പാടില്ല. CP പിന്നീട് വേണം ശ്രീകുട്ടനെ കാണാൻ. സോ ശ്രീകുട്ടൻ്റെ പ്ലേസ്മെൻറ്റ് ഇവിടെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ റിവേഴ്സ് ആലോചിച്ചപ്പോൾ അവൻ ഒബ്വിയസ്ലി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മീനാക്ഷിയെ നോക്കിയിരിക്കും. അത് കണ്ടിട്ട് വൃത്തി മിണ്ടായിരിക്കില്ല, എന്തെങ്കിലും പാര പണിയും. ടീച്ചർ ഇത് കാണും, പൊക്കി നിർത്തും. ഇങ്ങനെ വർക്ക് ചെയ്യാം. ആ സീനിൽ ശ്രീകുട്ടൻ ഇവിടെ, അതായത് കോൺഫ്ലിക്റ്റ് കൈവക്കുന്ന സീനിൽ ഇവിടെ ആണ് ആ ഒരു സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഇമ്പാക്റ്റ് വരുള്ളൂ. അവിടെ വേറെ ക്ലാസ്സിൻ്റെ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും അത് ചിലപ്പോൾ വർക്കായെന്ന് വരില്ല. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തിരിച്ചു നിർത്തി തൻ്റെ മുന്നോട്ടിനി ഒന്നുമില്ല, എല്ലാം ഒരു ഭിത്തിയാണെന്ന് നിൽക്കുന്നവർ കൈവൊക്കിയിട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്. ഐ എം നോട്ട് ഫോളോയിങ് യു, ഐ എം ഫോളോയിങ് മൈ ഓർഡർ എന്നുള്ള രീതിക്ക് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അവനെ അവിടെ എത്തിക്കാം? അപ്പോൾ CP ഇത് എഴുതുമ്പോൾ ശ്രീകുട്ടൻ സാർ ഞങ്ങൾ എഴുതിയില്ല എന്ന് പറഞ്ഞ് ഇതായി കഴിഞ്ഞാൽ തിരിച്ച് വലിച്ച് അവിടെ കൊണ്ട് നിർത്താം.
സോ ഇത് റിവേഴ്സാണ്. ജോണി ആൻ്റണി സാറ് ഇയാളെ താൻ ആരോടോ ഒന്ന് ചോദിക്കുന്ന ആ സീനിൽ കേട്ട് കഴിഞ്ഞാൽ അറിയാം, റൈറ്റിലേക്ക് നമ്മൾ സ്പീക്കർ ചെയ്തിട്ടുണ്ട്, ബെഞ്ച് നിരക്കുന്ന സൗണ്ടും ഇതെന്തിനു ബെഞ്ച് മാറ്റുന്നു എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്ന സൗണ്ടും ആ ഡീറ്റെയിലിങ്ങിലുണ്ട്. അപ്പോൾ അതും നമ്മൾ സൗണ്ട് ഡിസൈനിങ്ങിൽ ചെയ്തൊരു പരിപാടിയാണ്. എല്ലാ മേജർ ഇവൻസിനും ഒരു നല്ല സൗണ്ട് ട്രാക്ക് പോയിട്ടുണ്ട്. പി എസ് ജയഹരി അദ്ദേഹത്തിന്റെ ഒരു നല്ല ഇൻഫ്ലുവൻസ്, ഇപ്പം CP യുടെ ഇൻട്രോ ആയിക്കോട്ടെ, നമ്മുടെ ബൈജാന്റെ ഇൻട്രോ ആയിക്കോട്ടെ, ഈ ഒരു കണക്ട് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? CP വരുന്നതിന് മുന്നേ എനിക്ക് ഇതാണ് വേണമെന്ന് പറഞ്ഞ് താങ്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ? അങ്ങനെയല്ല, നമ്മൾ ഈ പടത്തിന്റെ ഹാർഡ് ഡിസ്ക് കൊടുത്ത് തന്നെ നമുക്ക് റെഫറൻസ് ഉള്ള ട്രാക്ക് എല്ലാം ഇട്ടിട്ടാണ്. തുടക്കത്തിലൊക്കെ ഓരോ സ്കോറിനും അതങ്ങനെ സ്കോറായിട്ട് തന്നെ പോവാതെ ഒരു ചേഞ്ച് ഓവർ മൊമെന്റ്സ് അടക്കം ഇട്ടിട്ട്, അപ്പോൾ ആ ചേഞ്ച് ഓവർ എന്തായിരിക്കണം, ചേഞ്ച് ഓവറിൽ എന്ത് സൗണ്ട് എഫക്റ്റ് വരണം, മ്യൂസിക്കിന് എന്ത് ചേഞ്ച് ഓവർ വരണം എന്നൊക്കെ ഉള്ളൊരു സാധനമൊക്കെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ റെഫറൻസ് ഇട്ട് കൊടുത്തിരുന്നു. അതായത് അമ്പാടി മറ്റേ ബാറ്റും കൊണ്ടുവന്നിട്ട് സച്ചിൻ പൊസിഷനിൽ നിൽക്കുന്ന ആ ഒരു ഇതിന് നമ്മൾ ആ KGF 2 രണ്ടാമത് റോക്കി ബായ് വന്നിറങ്ങിയിട്ട് ആ തോക്ക് മറ്റേ കലാഷ്നിക്കാവോ സീനിലെ ആ സീനിലെ BGM തന്നെയാണ് അവിടെ എടുത്തിട്ടിരുന്നത്. അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്നൊരു പരിപാടി ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു സാധനമാണ് പുള്ളി ചെയ്തത്. അപ്പോൾ ചെറിയ റിസോഴ്സിൽ ഞങ്ങൾക്ക് എങ്ങനെ മ്യൂസിക്കിൽ ഒരു വൻ ബ്ലാസ്റ്റ് കൊടുക്കാം എന്നുള്ളൊരു സാധനമാണ്. ഈ പാട്ടുകളുടെ കാര്യം പറയുമ്പോഴും ഓരോ മേജർ ഇവൻസിനും ഒരു സോങ് ഉണ്ട്. ആൻഡ് ബിഹൈൻഡ് ദറ്റ് സോങ് ദർ ഇസ് എ പ്രോപ്പർ കൊറിയോഗ്രാഫി. അല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ കൊറിയോഗ്രാഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ശ്രീകുട്ടൻ്റെ പ്രണയം, അതിൻ്റെ പ്രണയത്തിൻ്റെ കൊറിയോഗ്രാഫി ഭയങ്കര നർമ്മം നിറഞ്ഞ ഒരു കൊറിയോഗ്രാഫിയാണ്. ശ്രീകുട്ടൻ തൻ്റെ അച്ഛനിലും അമ്മയിലും ശ്രീകുട്ടനെയും തൻ്റെ കൃഷ്ണനെയും കണ്ടു തുടങ്ങുന്നു. അവിടുത്തെ ടീച്ചർ കപ്പിളായിട്ടുള്ള ആൾക്കാരിൽ അത് കണ്ടു തുടങ്ങുന്നു. ഇങ്ങനെയാണത് ബിൽഡ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കാൻ തീരുമാനിച്ചത്? ആക്ച്വലി ഈ പടത്തിൽ ഇത്രയും ലവ് ഒരു കപ്പിൾസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് സിനിമ കണ്ടും അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് നമ്മൾ ചുറ്റുപാടിലിട്ട് തന്നെ കറക്കാം. കാര്യം അതിലൂടെ മറ്റ് ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ആവും, എസ്റ്റാബ്ലിഷ്ഡ് ആവും. അപ്പോൾ അച്ഛൻ്റെ അമ്മ സ്ഥാനത്ത് നമ്മൾ റോഡിലൊരു നല്ല കപ്പിളിനെ കാണുമ്പോൾ കൊച്ചിലേക്ക് ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടുമാണ് ഇത്, എനിക്ക് ഇങ്ങനെ ഉണ്ടാവും. ആ ഒരു സ്കൂളിലോട്ടുള്ള പ്രണയമായിരുന്നോ? ഞാൻ പ്ലസ് ടു ട്ടുള്ള പ്രണയം. സിനിമ കണ്ടവരുടെ മനസ്സിലൊരു നല്ല ഇമ്പാക്റ്റ് നിലനിർത്തിയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ. താങ്ക് യു. ദാറ്റ് അച്ചീവ്മെന്റ് ഗോസ് ടു യു. അപ്പം ഇമ്പാക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ക്യാരക്ടറിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്, വിച്ച് ഇസ് ബൈജാൻ്റെ ക്യാരക്ടർ പ്ലേഡ് ബൈ നമ്മുടെ സ്വന്തം സജി കുറുപ്പേട്ടൻ. ആൻഡ് ഹൗ വാസ് വർക്കിംഗ് വിത്ത് ഹിം? ജം, ആബ്സല്യൂട്ട് ജം. സജി ചേട്ടനോട് ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ, ആദ്യം നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളിൽ ചോദിച്ചപ്പോൾ പുള്ളിക്കപ്പോൾ ജാനകി ജാന എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ട് കാരണം ഇതേ സമയത്ത് തന്നെ പുള്ളിക്ക് ഒട്ടും സ്പേസ് ഇല്ല. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പിന്നീട് പല പല ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തിനെ അങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനൊരു കൈവിട്ട കളി കളിച്ചു. പുള്ളി ഒന്നുകൂടി വിളിച്ചു, ചേട്ടാ ഒരു 3 ദിവസത്തിൽ ഞാൻ ചേട്ടനെ പാക്ക് ചെയ്ത് തരാം. അപ്പോൾ ഇത്രയും സീൻസ് ഇല്ലേ, എങ്ങനെ തീർക്കും, അതൊന്നും ചേട്ടൻ ബോധർ ചെയ്യണ്ട, ചേട്ടൻ വന്നു കഴിഞ്ഞാൽ 3 ദിവസം എക്സ്ട്രാ ഒരു ഡേയും ചോദിക്കില്ല ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവിടെ പുള്ളി അതിൻ്റെ ഡയറക്ടർ അനീഷ് ഉപാസന അവിടെ നവ്യ നായരുടെ സീൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോയിട്ട് വന്ന് പുള്ളിയും പറഞ്ഞു, ഇവിടെ വന്നിട്ട് ഞാൻ സെറ്റിൽ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ കാണുന്നത് തന്നെ എൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ്. മുമ്പ് മീറ്റ് ചെയ്തിട്ടില്ല, ഫോൺ ത്രൂ ആണ് കോൺവെർസേഷൻ എല്ലാം പോയത്. വന്നു എന്നറിഞ്ഞപ്പോഴേ ഞാൻ മേക്കപ്പ് മാൻ രതീഷ് പുൽപ്പള്ളിയോട് പറഞ്ഞു, പുള്ളിക്ക് ഞാൻ ഒരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, പോയി തുടങ്ങിക്കോ, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് റെഡിയാണ്, വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുന്നു. ഞാൻ ക്യാരവനിൽ ചെന്നിട്ട് കാണുന്നത് സൈജു കുറുപ്പിനെ അല്ല, ആക്ച്വലി ഇലുമിനാറ്റി വിനീഷിനെയാണ്. അതായത് ജാനകി ജാന എന്ന് പറയുന്നത് പടത്തിൻ്റെ സെറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ജാനകി ജാനയുടെ ഒരു സ്റ്റില്ലും ഇതിൻ്റെ സ്റ്റില്ലും തമ്മിലൊന്ന് വ്യത്യാസം നോക്കുക, നല്ല ലുക്ക് ഡിഫറൻസ് ഉണ്ട്. പുള്ളി 3 ദിവസം കഴിഞ്ഞിട്ട് നേരെ ആ പടത്തിൻ്റെ സെറ്റിലോട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ ഈ ഒരു പുള്ളിയുടെ ഹെയർ പരിപാടി ആയാലും പുള്ളിയെ ഭയങ്കര സുന്ദരനായിട്ട് ഇറക്കുക എന്നുള്ളൊരു സാധനമായിരുന്നു. അതിലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇപ്പം നമുക്കിപ്പോൾ ഇവർ ഒരു ഒരു മോഹൻലാൽ മമ്മൂട്ടി ലെവൽ ഇൻട്രോ കൊടുക്കാനേ നമുക്ക് ഓപ്ഷനുള്ളൂ. സോ അത് വർക്കാവോ ഇല്ലെന്നൊന്നും നോക്കിയില്ല. നമ്മൾ ക്യാരക്ടറിന് കൊടുത്ത ഇൻട്രോ ആണ്, ആക്ടറിന് കൊടുത്ത ഇൻട്രോ അല്ല, രണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ റീസൺ ആണെങ്കിലും അതെ. അപ്പോൾ ഇങ്ങനൊരു ഇൻട്രോ കൊടുക്കുന്നു. പിന്നെ പുള്ളി ഭയങ്കര പ്രൊഫഷണലാണ്. പുള്ളി ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം എന്നോട് ചോദിച്ചു, 2ാമത്തെ ദിവസം എന്തോ പുള്ളിക്കൊരു എമർജൻസി വന്നു. അപ്പോൾ നാളെ ഞാനൊന്ന് 10 മണിയായിട്ട് വന്നാൽ മതിയോ എന്ന് പുള്ളി എന്നോട് ചോദിച്ചു. അപ്പോൾ ആകെ 3 ദിവസമേ ഉള്ളൂ, ടൈറ്റായിട്ട്. കാര്യം എല്ലാ സ്റ്റോറി ബോർഡും എല്ലാ പരിപാടി ആയതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് 3 ദിവസം കൂടെ തീർക്കാൻ പറ്റും. പക്ഷേ ടൈമിംഗ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് ചെറിയ പണിയാണ്. ഞാൻ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ പരമാവധി നേരത്തെ വരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട്
പുള്ളി വരുന്നു, മേക്കപ്പ് ചെയ്യുന്നു, ഓൺ ടൈമിൽ സെറ്റിലുണ്ടായിരിക്കും, അതിലൊരു ലേറ്റൻസി ഇല്ല. അപ്പോൾ ഞാൻ ഈ പാക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ശരിക്കും ഒരു സീരിയസ് ആയിട്ടൊരു ഫാമിലി എമർജൻസി ആയിരുന്നു പുള്ളിക്ക്. പുള്ളി അത് എന്നെ ഫോഴ്സ് ചെയ്തില്ല. പുള്ളി കൃത്യമായിട്ട് പണിയെടുക്കാൻ വന്നു. അപ്പോൾ മേ ബി അതാരെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചേട്ടാ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞേനെ. മനസ്സിലായി. ബട്ട് അതുപോലും പുള്ളി മാറ്റി വെച്ചിട്ട് വരുന്ന അത്രയും പ്രൊഫഷണലാണ് പുള്ളി, അത്രയും എക്സ്ട്രീംലി പുള്ളി നല്ലൊരു എഫേർട്ട് ഇടുന്നുണ്ട് തൻ്റെ പ്രൊഫഷനോട്. ഈ പ്രൊഫഷണലിസത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പം റീസെൻ്റ്ലി സർഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കാം, ഒട്ടും ഇൻറ്റൻഷനലല്ല, ബട്ട് സിൻസ് പ്രൊഫഷണലിസം ഇസ് ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. ഇപ്പോൾ റീസെൻ്റ്ലി അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനൊക്കെ ബാറ്റ വേണം എന്ന് പറഞ്ഞ് ഒരു ബിഗ് കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. എനിക്ക് ഡയറക്ടറായിട്ടുള്ള ജോൺ പോൾ ജോർജ് എന്നോ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായി ഇൻ എ പ്രസ് മീറ്റ് ഓർ സംതിങ്. ആൻഡ് വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദിസ്? ഡെഫിനറ്റ്ലി അദ്ദേഹം പറഞ്ഞതുകൊണ്ടോട് 100% യോജിക്കുന്നു. അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിന് ബാറ്റ സിസ്റ്റം, കാര്യം തമിഴ് സിനിമയിലൊക്കെ പ്രൊഡക്ഷൻസ് അസിസ്റ്റൻസിനെ ഹയർ ചെയ്തിട്ട് അവർക്ക് മന്ത്ലി സാലറിയാണ് ഉള്ളത്. അപ്പോൾ ഹിന്ദിയിലായാലും തെലുങ്കിലായാലും ഒക്കെ അങ്ങനെയാണ്. പിന്നെ തെലുങ്കിൽ ഹിന്ദിയിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ആക്ടേഴ്സ് ഷൂട്ട് കഴിയാൻ നേരത്ത് 1 ലക്ഷം 2 ലക്ഷം വെച്ചിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിന് കൊടുക്കാറുണ്ട്, ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും വേണമെന്ന് പറഞ്ഞു, പക്ഷെ മാന്യമായിട്ടുള്ള ശമ്പളം വേണം. കാര്യം അത് എനിക്ക് തോന്നുന്നില്ല അത് ആരും അറിഞ്ഞ് ചെയ്തു തരുമെന്ന് തോന്നുന്നില്ല. അത് അസിസ്റ്റൻസ് തന്നെ യുണൈറ്റഡ് ആവണം എന്നുള്ളതാണ് പറയുന്നത്. കാര്യം പലരെയും കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പൈസ ഇറക്കേണ്ടടുത്ത് ഒരു ആക്ടറിന് ഉള്ള ലക്ഷറി ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ നല്ല രീതിക്ക് ചിലവാക്കും, പക്ഷേ അവർ പൈസ കട്ട് ചെയ്യുന്നത് ഇവരിൽ നിന്നാണ്. ഇല്ലാത്തതന്നെ അടിച്ചമർത്താം. അതെ. അപ്പോൾ ഒരാൾ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പൈസ ഇല്ലാതെ വർക്ക് ചെയ്യാൻ വേറൊരാളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ശരിയല്ല. ഒരു ബാറ്റ സിസ്റ്റം കൃത്യമായിട്ട് ADസിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. 9:30 പടം പാക്കപ്പ് ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പോകും. ഇവിടെ ഇവനിരുന്ന് ബാക്കി പിറ്റേന്നത്തെ കണ്ടിന്യൂറ്റിയുടെ ഫോട്ടോയും എല്ലാം എടുത്തു വെച്ച് എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് റൂമിൽ പോയി ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം തലേ ദിവസത്തെ സീൻ പേപ്പർ എല്ലാം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പെട്ടി അടച്ചു വെച്ച് കിടന്നുറങ്ങുമ്പോൾ ഏകദേശം 12-1 മണിയാവും. രാവിലെ ഇവരൊരു 5-5:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം, റെഡിയായി ഫസ്റ്റ് വാൻ വരാൻ വെയിറ്റിങ്ങിൽ നിൽക്കണം. അപ്പോൾ ഇത്ര നേരമാണ് ഇവർ ഉറങ്ങുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിൽ മീൻസ് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും അല്ല അവർക്ക് കിട്ടുന്നതും. സോ എത്ര അൺഹെൽത്തി ആയിട്ടാണ് അവർ ജീവിക്കുന്നത്, എത്ര സ്ട്രെസ്സാണ് അവർക്ക് കൊടുക്കുന്നത്. ഇത്രയും കഴിഞ്ഞിട്ട് അവൻ വരാൻ നേരത്ത് ഒരു 5,000 രൂപ കിട്ടിയാലായി. അപ്പോൾ ആ ഒരു അവസ്ഥ മാറണം. കാര്യം ചേഞ്ച് ഹാസ് ടു ഹാപ്പൻ. ഉറപ്പായിട്ടും. ഓക്കെ, ദാറ്റ് ബീയിങ് സെഡ് ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ സിനിമയ്ക്കകത്തും ഓപ്പറേഷൻ ഒരു വൻ വിഷയമാണല്ലോ. ഈ ഓപ്പറേഷൻ്റെ പീക്കിലെത്തുമ്പോഴാണ് നമ്മുടെ ആക്ച്വൽ ലീഡറിൻ്റെ എവല്യൂഷൻ ഉണ്ടാകുന്നത് ഇൻ ടേംസ് ഓഫ് സിനിമാറ്റിക് റൈറ്റിംഗ്, വിച്ച് ഇസ് അമ്പാടി ഒരു ലീഡറാണെന്ന്. അമ്പാടി ക്ലാസ് ലീഡറായിരുന്നു, പക്ഷെ അമ്പാടി അതിനുപരി ഒരു ലീഡറാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സീക്വൻസ് വരുന്നുണ്ട്. അത് ഈ ഓപ്പറേഷൻസിനെ എതിർക്കുന്ന ഒരു പോയിന്റിലാണ്. ആൻഡ് എങ്ങനെയായിരുന്നു അതിൻ്റെ ബിക്കോസ് ഞാൻ പോയി കാണുമ്പം 2 സിമിലാരിറ്റി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അമ്പാടിയുടെ ഫാക്ടർ, അമ്പാടി എന്തിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് അതേ കാര്യത്തിന് വേണ്ടിയാണ് ശ്രീകുട്ടൻ ഫൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഫൈറ്റ് ചെയ്യാം എന്നെ ലീഡർ ആക്കിയാൽ. പക്ഷെ അമ്പാടി അതൊന്നും നോക്കിയില്ല. ഹി ജസ്റ്റ് ഫോട്ട് ഫോർ ഇറ്റ് ആൻഡ് ഹി ബിക്കെയിം. അന്ന് പിള്ളേരെല്ലാം അവർക്കെതിരെ സപ്പോർട്ട്, അമ്പാടിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ആൻഡ് ഈ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ അമ്പാടിയെ ലീഡറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ള ട്രാക്ക്, റൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ സംസാരിക്കാനുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു ഫേവറേറ്റ് സീൻ ആയതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുകയാണ്. ആക്ച്വലി അമ്പാടി എന്ന് പറയുന്ന ക്യാരക്ടർ ഫണ്ടമെൻ്റലി നമ്മൾ ഒരിക്കലും ഇത് അമ്പാടി ശ്രീകുട്ടൻ്റെ ഭാഗത്ത് നിന്ന് കഥ പറയുന്നതുകൊണ്ട് അമ്പാടി വില്ലനാവാൻ പാടില്ല. ഒരു പഠിപ്പിസ്റ്റ് ക്യാരക്ടർ, പഠിപ്പിസ്റ്റുകളെ മീൻസ് കോമഡി ക്യാരക്ടർ ആക്കുന്ന അല്ലെങ്കിൽ വില്ലനാക്കുന്ന പരിപാടി നമ്മുടെ ഇൻറ്റൻഷനലി അവർ അങ്ങനെ ഒരു ട്രെൻഡ് പിന്നീട് തുടങ്ങുമെന്നൊന്നും വച്ചിട്ട് ചെയ്തതല്ലെങ്കിലും, ഈ സോൾട്ട് ആൻഡ് പെപ്പറിലെ KT മീറാഷ് ആയാലും 3 Idiotsലെ ചതുർ ആയാലും മൊത്തത്തിൽ ഈ പഠിപ്പിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അലമ്പ് സാധനമാണ്, അതൊട്ടും കൂളല്ല എന്നുള്ളൊരു സാധനം വന്നു തുടങ്ങി. അപ്പോൾ വെസ്റ്റേൺ സീരീസ് ആയിട്ടുള്ള ഫ്രണ്ട്സിലാണെങ്കിൽ പോലും നേർഡായിട്ടുള്ള ആൾക്കാരെ ഭയങ്കര ബുള്ളി ചെയ്യുന്ന ഒരു സാധനം. ആക്ച്വലി അത് ഭയങ്കര റോങ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു നേർഡിനെ അങ്ങനെ കാണിക്കുന്നില്ല. അവനും ക്വാളിറ്റീസ് ഉണ്ട്, അവനും വീക്ക്നെസ് ഉണ്ട് അതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെ അമ്പാടി ഡിസൈൻ ചെയ്യപ്പെടുന്നപ്പോൾ
സിനിമ കണ്ടു കഴിഞ്ഞ ഒരു റിവ്യൂവിൽ ഞാൻ വായിച്ചതാണ് ഈ പടത്തിന് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള ടൈറ്റിൽ അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ടൈറ്റിൽ ലീഡർ അമ്പാടി എന്നാണ്. ജസ്റ്റ് ആ ടൈറ്റിൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നായകന് അമ്പാടി, പെർസ്പെക്റ്റീവ് മാറിക്കഴിഞ്ഞു. അമ്പാടിയുടെ കഥയാണത്. അപ്പോൾ ആ രീതിക്കാണ് അമ്പാടി എന്ന് പറഞ്ഞൊരു സാധനം ഒരു ആക്ച്വൽ നമ്മളൊരു ട്രഡീഷണൽ ഹീറോ എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടത്തിൻ്റെ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടുള്ള അമ്പാടിക്കാണത് ആ ഹീറോ ട്രൈറ്റ്സ് ഉള്ളത്. ശ്രീകുട്ടൻ ഭയങ്കര ഫ്ലോഡാണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത്. ശ്രീകുട്ടൻ പുഴുവാണ്, അവൻ ബട്ടർഫ്ലൈ ആവുന്നതാണ് കഥ. സോ അങ്ങനെയാണ് അമ്പാടിക്ക് തുടക്കത്തിലെ കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കാനുള്ളൊരു സാധനമുണ്ട് അവന്. ഫസ്റ്റ് സീനിൽ തന്നെ അവൻ ടീച്ചറോട് ചെന്നിട്ട് ഈ ക്ലാസ് റൂമിൻ്റെ വിഷയമാണ് പറയുന്നത്. അപ്പോൾ അവരാരും അത് മൈൻഡ് ചെയ്യുന്നില്ല. സോ അന്ന് തൊട്ടേ അവൻ ലീഡറാണ്, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഒട്ടും വോക്കലല്ല അവൻ. മേ ബി വോക്കൽ ഇൻ ദ സെൻസ് ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയാറില്ല അവൻ. സോ അവന് ഒട്ടും കൈ നിൽക്കില്ല എന്ന് തോന്നുന്ന സമയത്താണ് എക്സ്ട്രീം മെഷർ എടുത്തതും. ഈ വോക്കലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ എന്തായാലും പറഞ്ഞേ പറ്റും. സം റീസൺസ് വേർഡ്സ് കീപ് കണക്റ്റിംഗ് ഓൺ. അതായത് റെക്കഗ്നിഷൻ ഡിലേഡ് ഇസ് ടാലൻറ്റ് വേസ്റ്റഡ് എന്ന് എനിക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം തോന്നി. അതായത് ഒരു പക്ഷേ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ആരെങ്കിലും ഇച്ചിരി വോക്കലായിരുന്നെങ്കിൽ ഇതിന് ഇച്ചിരി ഒരു അറ്റൻഷൻ കിട്ടിയേനെ. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പം താങ്കളുടെ രണ്ടാമത്തെ പടം നടന്നു കഴിഞ്ഞേനെ, അതിനകത്തുള്ള ഒരുപാട് പേര് അവരുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ സിനിമകളിൽ അഭിനയിച്ചേനെ, ഇങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നടന്നേനെ. ആബ്സല്യൂട്ട്ലി റൈറ്റ്. കാര്യം തിയേറ്ററിലായിരുന്നു ഈ റെക്കഗ്നിഷൻ കിട്ടിയിരുന്നതെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഫിനാൻഷ്യലി കുറച്ചുകൂടെ ഞങ്ങൾ സേഫ് ആയിരുന്നേനെ. ഇപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രാഫറും ഡയറക്ടറും റൈറ്റേഴ്സും എത്തേണ്ടിടത്താണോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സോ ഇനി ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. മേ ബി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള സമയമായി. കംപ്ലൈൻറ്റ് ചെയ്യല്ല, ബട്ട് സ്റ്റിൽ ഞങ്ങൾ 2021 മെയ്യിൽ റിലീസാവേണ്ട പടം മനഃപൂർവ്വം അല്ലാത്ത കാരണങ്ങൾ കാരണം ഡിലേ ആയി പോകുന്നു. അപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ആൾക്കാരിലേക്ക് എത്തുന്നത്. അതിലും മമ്മൂക്ക പടം കണ്ടിട്ട് വിളിക്കുമ്പോഴാണ് ഓക്കെ മമ്മൂക്ക നല്ലത് പറഞ്ഞു, അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കാണുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ മമ്മൂക്ക വോക്കലായപ്പോഴാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഒരു പ്രോപ്പർ ഹിറ്റായത് OTT. ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. അതെ. ഞാൻ പുള്ളിക്ക് പിന്നീട് മെസ്സേജ് അയച്ചിരുന്നു, റിപ്ലൈ ഒക്കെ തന്നു. അപ്പോൾ പുള്ളി ഫാബുലസ് എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ആക്ച്വലി ആക്ടർ സംഗീത് പ്രതാപിൻ്റെ കൂടെ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ അജുവേട്ടൻ മെസ്സേജ് അയക്കുന്നത്, മമ്മൂക്ക അയച്ച മെസ്സേജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ മമ്മൂക്കയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ പുള്ളി എനിക്കും ഇതാവുന്നു. അപ്പോൾ മമ്മൂക്ക സിനിമ കണ്ടു എന്നൊരു സാധനം നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ മീഡിയ എല്ലാം അത് ഏറ്റെടുത്തു. പിന്നീടാണ് ഈ ബെഞ്ചിങ് റെവല്യൂഷനൊക്കെ വരുന്നതും. സോ ഓൾ താങ്ക്സ് ടു മമ്മൂക്ക. പുള്ളി അങ്ങനെ ചെറുതൊന്നും വലുതൊന്നും ഇല്ലാതെ എല്ലാ സിനിമകളും എല്ലാ കോണ്ടന്റും കാണുന്ന ഒരാളാണ്. മേ ബി ഇൻ്റർവ്യൂ പുള്ളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പേഴ്സ്യൂട്ട് ഓഫ് സിനിമ എന്ന് പറഞ്ഞ് ഒരു 10 വയസ്സുകാരൻ്റെ മനസ്സിൽ നിന്നും നിങ്ങളൊരു സിനിമ എടുക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ വളർന്നു. പക്ഷേ ഒരു സിനിമ ചെയ്തതിന് ശേഷം താങ്കൾ അത് അത്യാവശ്യം കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരുപാട് പേര് അംഗീകരിച്ചൊരു സിനിമ. ഹാസ് ദറ്റ് ബ്രോട്ട് സം സോർട്ട് ഓഫ് പേഷ്യൻസ് ഇൻ ടു യുവർ ലൈഫ്? ഈ ഒരു സിനിമ കൊണ്ട് സോർട്ടഡ് ആവുക എന്നൊക്കെ ഉള്ളൊരു സ്വപ്നം എന്തായാലും സാധിച്ചിട്ടില്ല. പണ്ടായിരുന്നു അങ്ങനത്തെ ഒരു തോട്ടൊക്കെ, ഇങ്ങനെ ഒരു പടം ചെയ്തങ്ങ് സെറ്റിലാവുക. അപ്പോൾ അതെന്തായാലും നടക്കില്ല എന്ന് അറിയായിരുന്നു. സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ എൻ്റെ വർക്കുകളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവാറില്ല. ഭയങ്കര അൺഹാപ്പി ബീയിങ് ആണ് ഞാൻ എന്നൊക്കെ പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്. അതാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ 28ാമത്തെ വയസ്സിലാണ് പടം ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന ബെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് വെർഷൻ എനിക്ക് ചെയ്യാൻ പറ്റും. സോ ഡേ ബൈ ഡേ ഇവോൾവ് ആവാനുള്ളൊരു കോൺഷ്യസ് ആയൊരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണത്. മനസ്സിലായി. സോ ആ ഒരു പെർസ്പെക്റ്റീവ് പറയാണ്. സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബട്ട് ദാറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനി റെക്കഗ്നിഷൻ. ഒന്നും ചെയ്യാനില്ല. അതെൻ്റെ ഒരു ക്ലിയർ ചോയ്സാണ്. എന്നെ സാറ്റിസ്ഫൈങ് ആവാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേ ബി അത് കുറച്ച് വിയേഡ് ആണെന്ന് തോന്നിയാലും സാരമില്ല. താങ്കൾ അങ്ങനെയാണ്. അതെ. പിന്നെ ഇനിയൊരു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം ഇനി ഇതേ വിഷ്വൽ ഇതേ രീതിയിൽ, ഇതിപ്പോൾ അനമോർഫിക് ലെൻസും എല്ലാം ഈ കഥയുടെ ഭാഗമായിട്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കളർ പാലറ്റും. എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് അഡ്രസ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഹാപ്പിനെസ്, ഫൺ, എമോഷൻസ് എല്ലാം. സ്റ്റുപ്പിഡിറ്റിയും അഡ്രസ് ചെയ്തിട്ടുണ്ട്. സ്റ്റുപ്പിഡിറ്റി ഓഫ് എ കോമൺ മാൻ.
അതായത് ചുമ്മാ നമ്മൾ പറയാമല്ലോ, അവനെ കണ്ട ഗുണം പിടിക്കത്തില്ല, ഇവന്റെ മോന്തെയാണോ കണ്ടിട്ട് പോയാൽ ശരിയാവത്തില്ല. അതിനകത്ത് വളരെ കൃത്യമായിട്ട് കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട്. കൊച്ചാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത്രയും വളർന്ന ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ലൈക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഇതൊക്കെ അവരോടായിട്ട് തിരിച്ചറിയേണ്ട കാര്യമല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്യാൻ തോന്നിയത്? ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു റിവേഴ്സ് സാധനമാണ്, ഒരു സൂപ്പർസ്റ്റിഷൻ. എങ്ങനെ ശ്രീകുട്ടൻ്റെ എന്താണ് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചാൽ നൈസായിരിക്കും എന്ന് പറഞ്ഞാൽ, അത് കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ശ്രീകുട്ടൻ്റെ ഐശ്വര്യം കണ്ടോ എന്ന് പറഞ്ഞാൽ ശ്രീകുട്ടൻ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരു സൂപ്പർസ്റ്റിഷൻ പടത്തിൽ വേണം. സോ അത് ഇങ്ങനെ രണ്ടുപേര് അവർക്കിങ്ങനെ ശരിക്കും ഇങ്ങനെ ഒരു കപ്പിള് പടം കണ്ടു കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ എവിടെ പോയി കഴിഞ്ഞാലും വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അങ്ങനെ. അതുപോലെ തന്നെ എൻ്റെ റൈറ്റർ കൈലാഷിൻ്റെ എന്തോ പരിചയത്തിലൊരു സുഹൃത്ത്, പുള്ളിക്ക് പറഞ്ഞ പോലെ എന്താണ് കരിങ്കണ്ണ് എന്ന് പറഞ്ഞൊരു സാധനം, പുള്ളി എന്തെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെടിയാണെന്നുണ്ടെങ്കിൽ ചെടി വാടിപ്പോകും എന്നൊക്കെ പറയും. മേ ബി സ്റ്റുപ്പിഡിറ്റിയാണ്, പക്ഷേ കോമൺ പീപ്പിൾ ഇത് വിശ്വസിച്ച് പോകുന്നതാണ്. കാര്യം അവരുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. 1-2 സാധനം ഉണ്ടാകുമ്പോൾ ആരായാലും ഒന്ന് പേടിച്ചു പോകും. മാത്രമല്ല വൈഫിൻ്റെ വയറ്റിൽ കുഞ്ഞു കിടക്കുകയാണ്. സോ ആ പേടി പുള്ളിക്ക് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇതിൻ്റെ ഭാഗമായി പോകുന്നതാണ്. ഈ റൈറ്റിങ്ങിൽ നിങ്ങൾ കാണിച്ചൊരു ബ്രില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഒരു കോർ എസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇപ്പം ഈ കപ്പിളിൻ്റെ ഫോർ ഇൻസ്റ്റൻസ് താങ്കളുടെ കഥയിലെ 2 കഥാപാത്രങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി എല്ലാം ചേഞ്ച് ആവും അല്ലേ? സോ അത് താങ്കളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ഡു യു ഫീൽ ദാറ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം താങ്കളുടെ ജീവിതം ഒരു വളരെ പോസിറ്റീവ് സൈഡിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? ഇമ്പാക്റ്റ് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് എൻ്റെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയുന്ന ലെവലിലേക്ക് തിയേറ്ററിൽ റിലീസായപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ ഡയറക്ടറാണെന്ന് പറയുമ്പോൾ അതേ സിനിമ എന്ന് ചോദിച്ചതിൽ നിന്ന് ഇപ്പോൾ നല്ല രീതിക്ക് മാറ്റമുണ്ട്. ഈ ഒരു സക്സസ് അത് ഉറപ്പായിട്ടും ലൈഫിലൊരു ഒരു അസറ്റാണ്. ഇങ്ങനൊരു സിനിമ ചെയ്തതിൻ്റെ അടുത്ത് ഇപ്പോൾ കൃത്യമായിട്ടുള്ള അടുത്ത പടം എന്തായി എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. മുമ്പ് എന്തായി എന്നുള്ളതായിരുന്നു, ഇപ്പോൾ അടുത്ത പടം എന്തായി? ഞാനും ചോദിക്കുക അടുത്ത പടം എന്തായി. മീറ്റിങ്സും കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ടോ, സൈനപ്പ് ചെയ്തിട്ടില്ല. 3ാമത്തെ പടം ഓഫർ ചെയ്യാത്ത, അല്ലെങ്കിൽ എനിക്കൊരു അത് കഴിഞ്ഞൊരു ഭാവി കാണാത്ത 2ാമത്തെ പടം എനിക്ക് ചെയ്യണ്ട. എൻ്റെ കയ്യിൽ 2 കഥയുണ്ട്. അത് സ്ഥാനാർത്ഥി ശ്രീകുട്ടനായിട്ട് ഒരു ബന്ധമില്ല അതിന്, അത് വേറൊരു പരിപാടി തന്നെയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു കുഴപ്പമാണോ? അത് ആക്ച്വലി ഒരുപാട് പൈസ ഇറങ്ങുന്ന പരിപാടി ആയതുകൊണ്ട് വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ഇവനെക്കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. ബട്ട് വാച്ച് മൈ മൂവി 2.5 കോടി ബഡ്ജറ്റിൽ, അതായത് ഇതിൻ്റെ ഷൂട്ട് ബഡ്ജറ്റ് 1.5 കോടി അത്ര ആയിരുന്നു. ഞങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ബഡ്ജറ്റ് ഏൽപ്പിക്കുക. ഈ ബഡ്ജറ്റ് ഞങ്ങളെ കൊണ്ട് ഇത് പറ്റുമെങ്കിൽ കുറച്ചുകൂടി ബഡ്ജറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നന്നായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇത് എനിക്ക് എൻ്റെ ടീമിനോടുള്ള വിശ്വാസമാണ്. സോ അങ്ങനെ ഒന്ന് കണ്ടു. കാര്യം ഇൻഡസ്ട്രിയിൽ സിനിമ കാണാത്തവർ ഒരുപാട് പേരുണ്ട്. ഞാൻ പല മീറ്റിങ്ങിന് പോകുമ്പോഴും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. സോ ഒന്ന് സിനിമ കണ്ടു നോക്കൂ. സിനിമ കണ്ടുപോയിട്ട് എന്നെ തരുൺ മൂർത്തി വിളിച്ചിട്ട് എന്താണ് ഗംഭീര പടമാണ് എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായപ്പെട്ടിരുന്നു. ഞാൻ അതുവഴി പലരെയും സിനിമ കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ ഞാൻ വിമിയോയിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയിലെ വളരെ പേരുകേട്ട ഒരുപാട് ഡയറക്ടേഴ്സിനെ ഞാനിത് സിനിമ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് വിമിയോ ലിങ്ക് ഞാൻ എടുത്ത് കാണിച്ചത് ഇതുവരെ ഒരു വ്യൂവിലും ആയിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഒന്ന് സിനിമ കണ്ടിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പൊട്ടൻഷ്യലുള്ളൊരു ടീം അടുത്ത പടം ചെയ്തേനെ. കാര്യം ഇത് എൻ്റെ അഹങ്കാരം, എനിക്ക് എന്നോടുള്ള വിശ്വാസമല്ല, എനിക്ക് എൻ്റെ ടീമിനോടുള്ള വിശ്വാസമാണ്. സോ ഈ സെൻസേഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലിങ്ങനെ ഒരു ചെറിയ ഡാർക്കർ സൈഡല്ല, ഒരു അൺപ്ലസന്റ് സൈഡും കൂടെ ഉണ്ട്. ലെറ്റ്സ് ഹോപ്പ് യു ഗെറ്റ് യുവർ നെക്സ്റ്റ് ഫിലിം വെരി സൂൺ. സ്ഥാനാർത്ഥി ശ്രീകുട്ടനെക്കാട്ടിലും ഒരുപാട് ഗംഭീരമായിട്ടുള്ള സിനിമ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു സോ മച്ച്. വെരി ബെസ്റ്റ്. അടിപൊളി. ബീയിങ് വോക്കൽ നാളെ ഈ സീറ്റിൽ ലാലേട്ടനോ മമ്മൂക്കയോ ഷാറുഖ് ഖാനൊക്കെ വന്നിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.